വണ്ണം ദൈവസന്നിധാനത്തിൽ നിന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ഉറ്റോരും മുടയോരും നിങ്ങളെ തള്ളിക്കളയും. കുറ്റപാത്രം പറഞ്ഞ് രസിക്കുമ്പോഴും ഒരുവൻ നിന്നെ ഉയർത്താറുണ്ടെന്ന് ജോസഫിനെ കുറ്റം പറയാറുണ്ട്, അവനെ തള്ളിക്കളയാറുണ്ട്. അവനെതിരെ പറയാൻ ആളുണ്ടെങ്കിലും അവനെ ഉയർത്തുക. അവന്റെ ദൈവം അവന്റെ കൂടെ ഇരുന്നത് പോലെ ഇനി പ്രഭാതത്തിൽ ദൈവജനമേ, ഇനി ആരെല്ലാം തള്ളിയാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നിനക്കെതിരെ കുറ്റം പറഞ്ഞാലും മാറി നിനക്കെതിരെ ശപിച്ചാലും നിന്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ എങ്ങനെയാണ് നടത്തുന്നത്? തിരുക്കരത്താൽ വഹിച്ച തന്റെ ഹിതം പോലെ നമ്മെ നടത്തുന്ന ദൈവം. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദൈവം യിരെമ്യാവോട് പറയുന്നു, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ വെച്ച് ഞാൻ നിനക്കൊരു കാഴ്ചയെ കാണുന്നു. അവിടെ ചെന്നപ്പോ അവൻ കാണുന്ന കുശവൻ തന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് കൊണ്ട് അവന് തോന്നിയതുപോലെ പാത്രങ്ങൾ ഉണ്ടാക്കുക. ചിലത് അവന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അതിനെ എടുത്ത് വീണ്ടും അവൻ അതിനെ മാനപാത്രമാക്കി മാറ്റിയതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധാനത്തിൽ നിൽക്കുന്ന ദൈവജനമേ, കുശവന്റെ ദൈവമാ കളിമണ്ണ് നീയുമാണ് ഓർത്തിരിക്കുമ്പോൾ അവൻ നിന്നെ തനിക്ക് യോഗ്യമാ മണ്ണം ഒരു മാനപാത്രമാക്കി ഇന്നലെ നാളെ നിന്റെ ദൈവം നിന്നെ മാറ്റണമെന്ന് പോകരുത്. ഈ സന്നിധാനത്തിൽ നിന്ന് അവനെ ആരാധിച്ചോ. എനിക്ക് സന്തോഷത്തോടെ ആ പാട്ടിന്റെ ഈരടിയിൽ പതുക്കെ പാടി നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. വചനം ധ്യാനിക്കുമ്പോൾ Power
കളിമണ്ണു ഞാൻ അനുദിനം നീ ഉത്സവന്തയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ വിശ്വാസത്തോടെ കർമ്മി. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സുഖകരമായ അപ്രത്യാശയോടെ പാടിക്കേ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സുഖകരമായ യേശുവരുന്നു തിരുക്കരത്താൽ വലിച്ചുയർത്തേ തിരുനിലപ്പോൾ നടത്തിനാമേ. കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഉത്സവന്തയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. തോളിലുള്ളിൽ താഴ്വരയിൽ you.
പ്രഭാതത്തിൽ ജീവിതമാകുന്ന പടകിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു പക്ഷേ ആ പടക് മുങ്ങുമെന്ന് തോന്നുമാറാത്തക്കവണ്ണം പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിന്റെ ജീവിതമാകുന്ന പടകിൽ ആഞ്ഞടിക്കുമ്പോൾ മറന്നു പോകരുത്, നിന്റെ പ്രിയൻ നിന്റെ ചാരയുണ്ടെന്നുള്ള വിഷയം, നിന്റെ പ്രിയൻ നിന്റെ പടകിന്റെ അമരത്തുണ്ടെന്നുള്ളത് നീ മറന്നു പോകരുത്. കാറ്റടിച്ചോട്ടെ, തിരമാല അടിച്ചോട്ടെ, വെള്ളം കയറിയോട്ടെ, പക്ഷേ ആ പടക് മുങ്ങുവാൻ നിന്റെ പ്രാണപ്രിയൻ സമ്മതിക്കത്തില്ല. ലോകം നോക്കുമ്പോൾ, നിന്നെ നോക്കുമ്പോൾ പ്രശ്നമാണ്. ലോകം നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നീ തകരും, ഇപ്പോൾ നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ലോകം നോക്കി നിന്നെ നിൽക്കുമ്പോൾ ദൈവം പറയും, നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിനം പരിശാലത്തില്ല. അവനെ ഉയർത്തുന്ന ഒരു ദൈവം അവന്റെ കൂടെയുണ്ട്. വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളും കേട്ടോ. ശത്രു വരത്തിലൊന്നോ ശത്രു നിന്നെ തൊടത്തിലൊന്നുമല്ല, ശത്രു നിന്നെ തള്ളും. വീഴുവാൻ തക്കവണ്ണം അവൻ തള്ളിയാലും ദൈവം തന്റെ കയ്യിൽ നിന്നെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. ദൈവം തന്റെ കയ്യിൽ നിന്നെ കരുതുക തന്നെ ചെയ്യും. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കർത്താവിന്റെ മുൻപിലാണ് ജീവിക്കുന്നത്. അവനെ ആരാധിക്കാനാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നാം കടന്നു വന്നിരിക്കുന്നത്. അവൻ നമുക്ക് ജീവൻ നൽകി ഒരു രക്ഷയെ അവൻ ഒരുക്കി തന്നു കേട്ടോ. ഇന്ന് ആ രക്ഷ നാം പ്രാപിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സന്നിധാനത്തിൽ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കരവും ഉയർത്തി യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞ്, നീ അല്ലാതെ ഇല്ല എനിക്കൊരാശ്രയം ഈ ഭൂമി, നിന്മാർഗിലല്ലാതെ ഞങ്ങൾക്കൊരു വിശ്രമമില്ല കർത്താവേ. ഈ പാലിലും പരത്തിലും നീയാണ് ഞങ്ങൾക്ക് മതിയായത്. ലോകം പല കാര്യങ്ങളുടെ പുറകെ ഓടുമ്പോൾ, സമ്പത്തും ധനവും മഹത്വവും മാനത്തിന്റെ പുറകെ ഓടുമ്പോൾ ഞങ്ങളുടെ ആശ്രയം, ഞങ്ങളുടെ പ്രമോദം, ഞങ്ങളുടെ പ്രശംസ അത് ഞങ്ങളുടെ ദൈവത്തിലാണ്. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്കിട വരുത്തരുത്. കാരണം ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം. ക്രിസ്തുവിനെ കണ്ടെത്തിയവരെ പറയാൻ ഒന്നേയുള്ളൂ, അവനാ എന്റെ സർവസ്വവും, അവനാ എന്റെ സർവസ്വവും. അവന്റെ മാർവില എന്റെ ആശ്രയവും ആശ്വാസവും ഇരിക്കുന്നത്. അത് അനുഭവിച്ചിട്ടുള്ളവർ, അത് ഈ നാടുകളിൽ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ളവർ മാത്രം ദൈവസന്നിധാനത്തിൽ കരമെല്ലാം ഉയർത്തി അതിലും തുറന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരുപോലെ ചേർന്നുള്ള പാടി ആരാധിക്കണം.
ആഴത്തിൽ നിന്ന് Say
ജീവിതത്തിൽ നഷ്ടം വന്നോട്ടെ, നഷ്ടം വന്നോട്ടെ, രോഗം വന്നോട്ടെ, പ്രയാസം വന്നോട്ടെ, അണ്ടുകൂടി വന്നോട്ടെ, പട്ടിണി വന്നോട്ടെ, എന്തെല്ലാം സംഭവിച്ചാലും എന്റെ യേശു മാത്രം മതി, എന്റെ യേശു മാത്രം എനിക്ക് മതി, എന്റെ യേശു മാത്രം എനിക്ക് മതി, എന്റെ യേശു മാത്രം. നിങ്ങളുടെ ബാഹ്യമായ കണ്ണുകളെല്ലാം ദൈവസന്നിധാനത്തിൽ അടച്ചു ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധാനത്തിലൊന്ന് പകർന്നു കൊടുത്ത് ആത്മാവിൽ ദൈവത്തോട് ഇന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നാം പാടിയതും പാടുവാൻ എളുപ്പമാണ്, പറയുവാനും എളുപ്പമാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാ ഏതൊരു കാര്യവും പ്രയാസമായിരിക്കുമ്പോൾ എന്നെ യേശുവല്ലാതെ എനിക്ക് വേറെ ആരും വേണ്ട എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുവാൻ 3 ബാലന്മാരെ രാജാവ് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുവാൻ പോകുമ്പോഴും അവർക്ക് പറയാൻ ഒന്നേയുള്ളൂ, ഈ ദൈവം ഞങ്ങൾക്ക് മതി. ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, അത് ഉയർച്ച വന്നാലും താഴ്ച വന്നാലും, നഷ്ടം വന്നാലും നേട്ടം വന്നാലും, രോഗം വന്നാലും സൗഖ്യം വന്നാലും, ജീവിതത്തിന്റെ ഏതെല്ലാം പ്രതിസന്ധികളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നുപോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മതി. നിന്മാവിലല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല കർത്താവേ. ഈ പാലിലും പരത്തിലും നീയാണ് ഞങ്ങൾക്ക് മതിയായ ദൈവം. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കാണുമെന്ന് ഉറപ്പോടെ ആവർത്തിച്ച് പറയുന്നവർ ഒരു സമയം കഴിഞ്ഞ് ഞങ്ങളെ തള്ളിക്കളഞ്ഞു പോകുമ്പോൾ, ഈ ലോകസഹികളെല്ലാവരും ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഞാൻ എവിടെ പോയിരുന്നാലും അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വരുന്നുണ്ട്. ഏലിയാവിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ശത്രുക്ക് വേദനയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദൈവം, ആരെല്ലാം ദൈവത്തിന്റെ കൃത്യന്മാരെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും അവർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഇന്ന് ആ ദൈവം ഞങ്ങളെ അനാഥരായി വിടത്തില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ഒരു കാര്യസ്ഥനെ തരാമെന്ന് പറഞ്ഞ ഏറ്റവും നല്ല ദൈവം. ലോകസഹികളെല്ലാവരും മാറിയാലും മാറാത്തൊരു ദൈവം, മാറ്റമില്ലാത്തൊരു ദൈവം, അനന്യനായ ഒരു ദൈവം. ആകാശവും ഭൂമിയും മാറിയാലും തന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താത്ത ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ ഒരു നാൾ മറക്കത്തില്ല. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നുപോയെന്നവരാ, പക്ഷേ ഞാൻ നിന്നെ മറക്കത്തില്ല. എത്ര വലിയ സ്നേഹമാ. ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ കരങ്ങളെല്ലാം ആ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് ഒരിക്കലും തള്ളിക്കളയാത്തൊരു മുൻപിലാണ് നാം വന്ന് നിൽക്കുന്നത്. മുടിയനായ പുത്രൻ തന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടാവുന്നതെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് പോയി തോന്നിവാസം ജീവിച്ച് അവനവന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് അവിടെ നിന്ന് അവന് സുബോധം വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തുവെന്ന് പറയുമെന്ന് പറഞ്ഞ് അവൻ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ദൂരെ
ഏതെല്ലാം അവസ്ഥയിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ്, ദൈവത്തെ മറന്ന്, ദൈവത്തെ വേണ്ടെന്ന് വിചാരിച്ച് ഏതെല്ലാം സന്ദർഭങ്ങളിൽ നാം കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു ദൈവം നമ്മോട് കൂടെ, അവൻ നമ്മെ നോക്കി നിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹ തിരുക്കരം നമ്മെ തേടിയെത്തുന്നുണ്ട്. പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നാം താണു പോകുമ്പോൾ, നാം വീണു പോകുമ്പോൾ യേശുവിനെ കണ്ട് യേശുവിനോട് പറഞ്ഞു, നാഥാ നീ എങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വാരിക. അങ്ങനെ പത്രോസ് കടലിന്മേൽ യേശുവിന്റെ അടുക്കലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ അവൻ കാറ്റും തിരമാലയും കണ്ട് ഒരു നിമിഷം പതറി. അവൻ ആഴക്കടലിൽ മുങ്ങുവാൻ പോയപ്പോൾ അവന്റെ അരികിലേക്ക് ഒരു സ്നേഹക്കരം ചെന്നതുപോലെ ഏതെല്ലാം അവസ്ഥയിൽ നാം താഴെ പോകുമ്പോഴും നാം വീണു പോകുമ്പോഴും ഒരു കരം നമുക്ക് വേണ്ടി ഇന്നും നിൽപ്പുണ്ട്. ആ കരത്തെ നീ മറന്നു പോകണ്ട. നീ മറന്നാലും ആ കരം നിന്നെ മറക്കത്തില്ല. ആ കരം നിന്നെ മറക്കത്തില്ല. ആ കരം നിനക്ക് വേണ്ടി ഇന്നും നിൽപ്പുണ്ട്. ഒരു വർഷം നീ മറന്നു പോകും, നീ ദൈവത്തെ തള്ളിക്കളഞ്ഞെന്ന് വരാം. ആ ദൈവം നിന്നെ മറക്കത്തില്ല, തള്ളിക്കളയത്തില്ല. കാരണം എന്തുകൊണ്ടാ തള്ളിക്കളയാത്തതെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ ദൈവം എന്നെ മറക്കാത്തത്, എന്റെ ദൈവം എന്നെ തള്ളാത്തതെന്ന് ചോദിച്ചാൽ, എന്നെ നിങ്ങളെ അവൻ തന്റെ വില കൊടുത്ത് വാങ്ങിയതാ. തന്റെ രക്തം കൊടുത്ത്, തന്റെ ജീവൻ കൊടുത്ത് വാങ്ങിയതാ. അതുകൊണ്ട് അവൻ നമ്മെ മറക്കത്തില്ലെന്ന്, അവൻ നമ്മെ തള്ളിക്കളയത്തില്ല. അതുകൊണ്ടല്ലേ ആ പാട്ടുകാരൻ അങ്ങനെ പാടിയേ, പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ. എല്ലാ കടങ്ങളും ഉയർത്തി ഇരിക്കുന്ന മക്കളെല്ലാം ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം കൊണ്ട് കേട്ടോ, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഈ ദൈവത്തിന് മുൻപിൽ അല്പസമയം നിവർന്നു നിന്ന് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദൈവത്തോടുള്ള എന്റെ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഓർത്തോളം. ഇന്ന് പ്രഭാതത്തിൽ നാം കേട്ടതുപോലെ ഇന്ന് ഈ ആലയത്തിന് നടുവിൽ വന്ന് ഞാൻ നിൽക്കുന്നത് എന്റെ കാലിന് കുഴപ്പമൊന്നും വരുത്താതെ, എന്റെ കാൽ വഴുതി പോകാതെ, എന്നെ തകർത്ത് കളയാതെ എന്നെ നിർത്തിയ ദൈവത്തിന് മുൻപിൽ നിന്ന് ആരാധിപ്പാൻ. എല്ലാ കരങ്ങളും ഉയർത്തി സന്തോഷത്തോടെ ഒരുപോലെ ചേർന്നത് പാടി. പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി Amen.
ഈ അന്ത്യകാലത്ത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയർന്ന് ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം
മൂവരിൽ ഒരുവനാകുന്ന അരുവിയാകുന്ന പരിശുദ്ധാത്മാവ് ഇനി സഭയുടെ മധ്യേ വരണം. നിങ്ങൾ ഓരോരുത്തരെയും നിന്റെ ആത്മാവിനാൽ ഒരിക്കൽ കൂടി നിങ്ങളിൽ നിന്ന് നിറയ്ക്കണം. ആദ്യനൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന അതേ അഭിഷേകത്തിന്റെ ശക്തി ആത്മഫലങ്ങളാൽ നിങ്ങൾ കർത്താവ് നിറയപ്പെടുവാൻ, കർത്താവ് ഈ ലോകത്ത് കർത്താവ് ജ്ഞാനത്തോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ ജീവിക്കുവാൻ, പാപത്തെ വിട്ടോടുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ലോകത്തെയും അതിന്റെ മോഹത്തെ തകർക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. നിങ്ങളെ ഓരോരുത്തരെയും അതിനാവുന്ന ഫലപ്പെടുത്തണം. ഈ നാടുകളിൽ വേണ്ടി യേശുവിന് വേണ്ടി അധികം ഓടുവാൻ, അധികം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, തിരുവചനത്തിൽ നിങ്ങൾ വായിക്കുന്നത് പോലെ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നത് പോലെ ഇന്ന് ഈ ആലയത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളും ദൈവത്തിന്റെ അഭിഷേകത്താൽ ഒരിക്കൽ കൂടി ഒന്ന് നിറയപ്പെടുവാൻ, ഒരു പുതിയ കൃപകൾ പ്രാപിക്കുവാൻ, ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കുവാൻ, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഓരോ മക്കളുടെ പേരും അവിടുത്തെ നീട്ടിയ തൃക്കരം ഈ സമയം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിറന്ന അഗ്നിനാവുകൾ അവിടെ ഓരോരുത്തരുടെ ദേഹത്ത് പതിച്ചതുപോലെ ഇന്നീ പ്രഭാതത്തിൽ ഇന്നീ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളുടെ പേരും അന്ന് പതിച്ച അതേ ദൈവത്തിന് പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പതിക്കട്ടെ. ഈ സമയം എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആത്മാവിനെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്ത് മൂവരിൽ ഒരുവനാ അരൂപി എന്നിലും ഇറങ്ങി വരണം. യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരണം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു ജീവജലത്തിന് നദി നിർക്കളിക്കും. അതവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് അവൻ അവരോട് കൽപ്പിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി തന്റെ ആത്മാവിനെ തരുവാൻ ശക്തനാകും കരുണയുള്ളവർ ഇന്ന് സഭയുടെ മധ്യയിൽ നിൽക്കുമ്പോൾ വായെ അടച്ചു വെക്കാതെ ഹൃദയത്തെ ദൈവസന്നിധാനത്തിൽ തുറന്നു കൊടുക്കാതിരിക്കരുത്. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഇന്ന് ഞാൻ അവനോട് കൂടെ നടത്തും
സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, പല ജീവിതങ്ങളും ഭാരപ്പെട്ടു ഭയത്തോടുകൂടി അങ്ങേ ആരാധിക്കാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് സ്തോത്രം, പരീക്ഷ കഴിഞ്ഞ് പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നതിനെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, വിവാഹം നടക്കാത്ത കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവര്, സ്വതന്ത്രം സാമ്പത്തിക കടഭാരത്താൽ ഭാരപ്പെടുന്നത്, മല പോലുള്ള ഈ കടഭാരം എങ്ങനെ മാറും? പഠനം കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട്, മാതാപിതാക്കളോട്, വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അവന് സഹായിക്കും, ഇവന് സഹായിക്കും, സ്വന്തക്കാർ സഹായിക്കും, സഭാവിശ്വാസം സഹായിക്കും എന്ന് നീ നോക്കരുത്. നീ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തികർത്തനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്നുള്ള കാര്യം നീ ഒന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഞാൻ നിന്നെ സഹായിക്കും. മഹാപരിശുദ്ധനും നിത്യമായ സ്വർഗ്ഗസ്ഥേയുള്ള പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഒരു പ്രാവശ്യം കൂടി ലോകത്തിലെ വിശുദ്ധന്മാരോട് ഒന്നിച്ച് അങ്ങേ ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സുഹൃത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. കടന്നു വന്ന നിമിഷം മുതൽ നിമിഷം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ അങ്ങ് നിയന്ത്രിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന സകല മക്കളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശേഷം നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവാ ദൈവം അങ്ങ് പൂർണ്ണമായി നിയന്ത്രിക്കുവാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. സകല മഹത്വവും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ശുശ്രൂഷകളെ അങ്ങ് പൂർണ്ണമായി നിയന്ത്രിക്കുന്നതോട് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സന്തോഷമുള്ള മക്കൾ കരങ്ങളിൽ ബന്ധപ്പെടുത്തിക്ക് എല്ലാവർക്കും ദിവസം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. നമ്മുടെ ആ രാജീവ് ബാർബറിൻ്റെ മകൻ ഈ പുള്ളിക്ക് ഇവൻ്റെ അപ്പനാണ് അവിടെ കിടക്കുന്നത്, നമ്മുടെ രാജ്യം. ഇപ്പോൾ അവർക്ക് ആ കിഡ്നിയുടെ അല്ലേ മുകളിലുള്ള ഓപ്പറേഷൻ എന്നാലും അപ്പൻ്റെ ഓപ്പറേഷൻ്റെ കൂടെ നിന്നില്ലല്ലോ. അപ്പൻ്റെ ഓപ്പറേഷൻ്റെ കൂടെ നിൽക്കണ്ടായിരുന്നു അവിടെ പോയിട്ട്. ഇന്നലെ വൈകുന്നേരം വന്നു. അപ്പോൾ എന്നാ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ബുധനാഴ്ച എല്ലാവരും ഒരു നോട്ടെടുത്ത് കൈവച്ച് ആ അപ്പച്ചന് കൊടുക്കാനായിട്ട് ആ അച്ഛനെ ഒരു നോട്ടെടുത്ത് കൈവച്ചോ. എല്ലാവരും ആ ഒരു ബാസ്ക്കറ്റ് എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ആ അച്ഛനെ ബുധനാഴ്ച ദിവസം ഓപ്പറേഷനാണ്. അവിടെ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടക്കുക, കാര്യമൊന്നുമില്ല. മിക്കവാറും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ഒരു മകനുള്ളത്, ഒരു മകനല്ലേ ഉള്ളൂ. ഒരാളുണ്ടോ? 3 ആമക്കളാണ്. ഒരു വിമാനം കല്യാണം കഴിച്ചിട്ടില്ല. ഈ മകൻ്റെ അല്ലേ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പിരിവ് എടുത്ത് തരിക, അപ്പൻ്റെ കൊണ്ട് കൊടുക്കണം കേട്ടോ. അതിലൂടെ പറയണം, ഇത് നമ്മുടെ സഭയിൽ നിന്ന് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു ഒത്തിരി പൈസ അച്ചായ ചിലവാകുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ഇല്ലേ, നിങ്ങൾ വെളിയിൽ നിന്നാണ് ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, വെളിയിൽ നിന്നാണ് പറഞ്ഞു. പിന്നെ എല്ലാത്തിനും കാശാണ് അല്ലേ. പിന്നെ MRI സ്കാൻ ചെയ്തപ്പം ഒരെണ്ണം സ്വീകരിച്ചില്ല. അതിൻ്റെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എത്ര രൂപയാണ് ഒരു MRI സ്കാന്? അത് എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഡോക്ടർമാരത് തോന്നിവാസം കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ആ പാവം പിന്നെയും പോയിട്ട് എടുത്തുകൊണ്ട് പോകും. ഒരു MRI സ്കാൻ എടുക്കുന്ന 3500-4000 രൂപയൊക്കെ വെളിയിൽ വേണം. ഇത്ര കഷ്ടപ്പാടാണ് നോക്കി. അത് എവിടെ നോക്കി അവിടുന്ന് ഇവിടുന്ന് എല്ലാം കാശ് മേടിച്ച് എന്നോട് പറഞ്ഞ അച്ചായ വലിയ ബുദ്ധിമുട്ടായി. ഇതെല്ലാം ചെയ്യും, നിങ്ങൾ വേണ്ട ഇതെല്ലാം ചെയ്യാൻ. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ഈ എളിയ സഹോദരന് ചെയ്യുന്നതൊക്കെയും കർത്താവ് പറഞ്ഞ ആർക്ക് വേണ്ടി ആർക്കെയ്യുന്നതാണ്? നാട്ടുകാർക്ക് ചെയ്ത കാര്യമാണോ? ഇല്ല. സഭയിൽ കടന്നു വരുന്ന ഈ എളിയ ഒരു സഹോദരന്
നീ ചെയ്യുന്നപ്പോഴൊക്കെയും ആർക്കാ ചെയ്യുന്നത്? എനിക്കത്ര. നമുക്ക് ചിലവർക്ക് നമ്മുടെ പിള്ളേരൊക്കെ വെളിയിൽ കാണും, ചിലപ്പോൾ നമ്മളോട് നല്ല ജോലി കാണും. എനിക്കൊന്നുമില്ല, ഇന്നത്തെ നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടോ? മോൻ്റെ ജോലി ഉണ്ടോ? ഒരുപാട് മോൻ്റെ കൊണ്ടാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? കേട്ടോ, ഓരോ പല ജോലികളും ഒക്കെ ചെയ്ത് കഷ്ടം. നമുക്ക് നിങ്ങളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊണ്ടുപോകാൻ ഒരാൾ ഇപ്പോഴത്തെ വഴിയിൽ കൊടുക്കും. പരിശുദ്ധ പിതാവേ, നിന്റെ മക്കൾ ഈ മകൻ്റെ ഓപ്പറേഷന് വേണ്ടി കർത്താവെ സമർപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ എളിയ ഒരു സഹോദരനെ ഞങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ യേശുവിനാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തോടെ ചെയ്യട്ടെ. കൊടുക്കുന്നവർക്ക് 1000 മടങ്ങ് നീ പ്രതിഫലം കൊടുക്കണം. മഹത്വം അങ്ങേക്ക് തരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാണ് എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നമ്മെ സ്നേഹിച്ചിടും നീതാനാ. എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാണ് നല്ല ദൈവമേ നന്മ സ്വരൂപാ. എല്ലാ സൃഷ്ടികളെക്കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നീതാനാ. എന്റെ സൃഷ്ടാവാം യേശുനാഥനെ ഞാൻ ഒരു ആത്മാവും ഹൃദയവുമായി ഒരു മനമോടെയും സർവ്വശക്തിയോടും സദാ സ്നേഹിച്ചിടും എന്റെ സൃഷ്ടാവാം യേശുനാഥനെ ഞാൻ ഒരു ആത്മാവും ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛനേക്ക് പഞ്ചായത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കുക. സഭയുടെ വകയിലും ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കുക കേട്ടോ. പഞ്ചായത്ത് സഭയുടെ വകയായിട്ട് ഒരു ചെറിയ എമൗണ്ട് ഇപ്പോൾ തന്നിട്ട് കൊടുക്കും. അല്ലേ ലിയ? കര ഉയർത്തി കർത്താവിന് സ്തോത്രം കൊടുത്തേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വൈ ലാക്ക് ഇൻ ക്രൈസ്റ്റ്. കഴിഞ്ഞ ആഴ്ചയിൽ അവർ വന്നിരുന്നു വളരെ സന്തോഷത്തോടെ വചനമൊക്കെ കേട്ടു. വചനമൊക്കെ കേട്ടേച്ച് ഇവിടെ അവരെന്ത് ചെയ്താൽ പോകുന്നില്ലായിരുന്നു. നമ്മുടെ ഗിരിയൻസുകാർ ഇവിടുന്ന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, എന്നോട് ഇരിക്കുക. നിങ്ങളെല്ലാവരും പോയിട്ട് പിന്നെ അവർ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പോകേണ്ട സമയമായില്ല. പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ സന്തോഷം ഉണ്ടാകാൻ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കിട്ടിയില്ല. ഇനി പിക്കും പറയാമല്ല, നിങ്ങളുടെ കൂടി സ്നേഹം വർത്താനം പറയാൻ, നിങ്ങളുടെ ആരാധന കൂടാൻ സാധിച്ചു, നിങ്ങളുടെ വചന ശുശ്രൂഷ കിട്ടി എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഇതൊക്കെയാണ് ഇവിടെ എപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞു, അതെ. ഇവിടെ ചോദിച്ചു, ഇവരൊക്കെ പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇവർക്ക് പിടികിട്ടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇവർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് പണ്ട് സോളമൻ്റെ അടുത്ത് വന്നേച്ച് ശേബാരാജി പറഞ്ഞതൊക്കെ എന്താ പറഞ്ഞറിയാമോ? നിന്റെ ചുറ്റും നിൽക്കുന്ന ഈ ഭാര്യമാരും ഈ തോഴിമാരൊക്കെ വളരെ അവൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം എത്ര ഭയങ്കരമാണ്. പ്രിയ ദൈവജനമേ, നമുക്ക് വല്ലതും പിടികിട്ടിയിട്ടുണ്ടോ? ഇന്നും പറയാൻ പോവാ അവരുടെ. അപ്പം ഇവിടെ ഇത്രയും കാലമായി നിങ്ങളിതെല്ലാം വചനമെല്ലാം കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് എൻ്റെ അരിക്കാൻ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇന്നത്തെ വചനം ഞങ്ങൾക്ക് വളരെ, ഞാനത് കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് വേണ്ട ഒന്നുകൂടെ ശക്തിപ്പെടാൻ. പക്ഷെ കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞു പോയി. ഞങ്ങൾ എന്ത് അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഈ മഹനീയം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതിനെ പറ്റിയില്ല, മഹനീയം ഇൻ ക്രൈസ്റ്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പം അവിടെ ഇരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് മാത്യു, ആ പുള്ളി പറയുകയായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളൊരു കടയ്ക്ക് പേര് കൊടുത്തു. മഹനീയം എന്ന ഷോപ്പിൻ്റെ കടയ്ക്ക് പേര് കൊടുത്ത്
പക്ഷെ ഞാനും ഭാര്യയെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. ആ ഭാര്യയും ആ പുള്ളിക്കാരനും വന്നിച്ച് പറയുക, മഹനി എന്ന് പറയുന്ന ബൈബിളിൽ എവിടെയാണ് അറിയിക്കുന്നത്? പേര് നമ്മൾ കൊടുത്തു, എവിടെ കടയ്ക്ക് പേര് കൊടുത്തു മഹനിയും. പക്ഷെ നമ്മൾ ഓർത്തില്ല ഇവിടുത്തെ ആരാടോ കൊടുത്ത പേര് ഇട്ടു ആ ഉദ്ഘാടനത്തിനായി പോയെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ദൈവദാസൻ പ്രസംഗിക്കുക മഹനീയം ഇൻ ക്രൈസ്റ്റ്. അപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നത്. ഇന്ന് ഇത് കേൾക്കാം ഇത് എവിടെയാണെന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് യാക്കോബ് ഒരു സ്ഥലത്തിന് കൊടുത്ത പേരാണെന്നും അവിടെ ദൈവദൂതഗണങ്ങൾ 2 കൂട്ടമായിട്ട് ഇറങ്ങി വന്നെന്നും അവിടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശുവിന് 1000 ദൂതഗണങ്ങളാൽ കടന്ന് നമ്മളിൽ വരുന്നെന്നും നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഉള്ള ഈ മഹനീയ സന്ദേശം ഞങ്ങൾ കേൾക്കുകയും അതിൻ്റെ ആഴവും അർത്ഥവും മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നു. അവരിവിടെ ഇരിക്കുകയായിരുന്നു, എല്ലാവരും പോയിട്ടാണ് പോയത്. അപ്പം നമുക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ എന്താ അറിയത്തില്ല ഇതുവരെ. അപ്പം നമ്മൾക്ക് ഈ കുറച്ച് സമയം ഏതായാലും ഇവിടെ ഇരിക്കണം. അപ്പം ഉറങ്ങാതെ അല്ലേ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്കറിയാം കേൾക്കാൻ മന്ദതയുള്ളവരാണ്, വിദ്യാഭ്യാസ കുറവുള്ളവരാണ്, സാധുക്കളായ ജനങ്ങളാണ്, വലിയ ബൈബിൾ കോളേജ് അറിവൊന്നുമില്ല. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകളുണ്ട്, ക്ഷീണമുണ്ട്, ഇതൊക്കെയായിട്ട് ഇരിക്കുന്നു. പക്ഷെ ദൈവമക്കളെ ഇവിടെ പറയുന്ന വചനം നമ്മൾ ഏറ്റെടുത്ത് ഇറങ്ങിയാൽ അത് നമുക്ക് അനുഗ്രഹമാണ്. അത് നമുക്ക് അനുഗ്രഹമാണ്. നിങ്ങൾ ആ കാത് കൂർപ്പിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അവർ പോകുന്ന സഭയിലൊക്കെ ഇതുപോലെ വചന പ്രഘോഷണം ഉണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ അവരത്രയും നേരം ഇരുന്ന് അവരെന്ത് ചെയ്താൽ ഭാര്യയും പോകില്ല, ഭർത്താവും പോകില്ല. മറ്റേ പുള്ളി ഏതോ അത്യാവശ്യത്തിന് പോകണമെന്ന് വിചാരിച്ച ഓടിയില്ല അനിൽ, അല്ലെ പുള്ളി പോകത്തില്ല. പുള്ളി ഇവിടെ എന്നോട് പറയരുത്, എന്നോടാ സംസാരിക്കും. അത് പറഞ്ഞ പുള്ളി ഇറങ്ങിയത്. ആ വെളുത്ത മുടിയുള്ള അനില് ആദ്യം TPM നിന്ന് മാറിയിട്ട് പിന്നെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ആ പുള്ളിയെ കൊണ്ട് പണ്ടേ ഞാൻ അറിയുന്ന നമ്മുടെ കൊച്ചി സഭയിലുണ്ടായിരുന്ന കുറേ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളി പറയാൻ ഇവിടെ വന്നത് നന്നായി, എന്നോടാ ദൈവം സംസാരിച്ചു. ആ പുള്ളി ഇവിടെ അറിയുമ്പോൾ എന്നോട് പറഞ്ഞു പോലും പ്രിയ ദൈവ മക്കളെ അല്പസമയം നമ്മൾ ഇരിക്കുന്നുള്ളെങ്കിലും ചിലരെ ഇൻട്രവൽ പോലെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. ആരാധന കഴിഞ്ഞ് വചനമൊന്നും കേൾക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പുള്ളികളുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. കർത്താവ് മുക്കുവന്മാരെ കൊണ്ടല്ല ലോകം ഇളക്കിയത്, ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെയുള്ള പണ്ട് ദാവീദിൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, 10-600 പേര്. എങ്ങനെയൊക്കെയുള്ളവരായിരുന്നു? പണക്കാരായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? കടക്കാര് അല്ലേ, പ്രയാസപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, ഞെരുക്കത്തിലുള്ളവരെ, ഇവരെല്ലാവരും ദാവീദിൻ്റെ കൂട്ടുകാർ. പ്രൈസല്ലോ. എനിക്കും ദൈവം അങ്ങനെ കുറേ ആൾക്കാരെ തന്നത്. ആദ്യം മുതലേ തരുന്ന അങ്ങനെ. പക്ഷേ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അവരാ. പക്ഷെ ദൈവം ഒരു ദിവസം അവരെ എടുത്തുപയോഗിച്ചു. അവർ ശരിയായി ഗ്രഹിച്ചാൽ സംഗതി മാറും, പട്ടണം വിടുവിക്കപ്പെടും, വലിയ ഇളക്കം ഉണ്ടാകും. കേട്ടോ, നിങ്ങൾ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ട് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതം ഇവിടെയും അവിടെയും അനുഗ്രഹമായിരിക്കും. ഇനി ഞാൻ വചനത്തിലോട്ട് കയറുക. ഇന്ന് ഒരു ക്രൈസ്റ്റാണ് വരുന്നത് അല്ലേ? നമ്മൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു, ക്രിസ്തുവിനെയാണല്ലോ പറയുന്നത്. ഇതെങ്ങനെയാണ് ഈ ദൈവദാസൻ ഇത് ക്രിസ്തുവിനെ കൊണ്ടുവരുന്നത്? അവർ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. മഹനീയം എന്ന് പറയുന്ന പഴയ നിയമം, ഇൻ ക്രൈസ്റ്റ്, അതെന്നാ പരിപാടിയായിരുന്നു. അപ്പൊ അവർക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇതുവരെ അത്ഭുതമായിട്ട് തോന്നി? അവർക്കത് അത്ഭുതമായിട്ട് തോന്നി. അവര് പറയുക ഇതൊരു അത്ഭുതമാണല്ലോ, മഹനീയം ഇൻ ക്രൈസ്റ്റ്, അതെന്നാ വചനമാണ്. അവര് പൊട്ടന്മാരൊന്നുമല്ല കേട്ടോ, അവർ നല്ല ശരിക്ക് പറഞ്ഞേ പോകുന്നു. അച്ഛാ ഇതെന്നാ പറഞ്ഞിട്ട് വിടുന്നത്? ഇതൊക്കെയാണോ ഇവിടെ പഠിപ്പിക്കുന്നത്? പോയില്ല, വിളിക്കുക. അവർ പിന്നെ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റുമോ? അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില സമയങ്ങളിലൊക്കെ പോയതല്ലേ. ഇവിടെ വിട്ടുപോയവരും ഇല്ല, അല്ലാതെ വന്നില്ല. ഇവിടെ തോമിച്ച് കൊച്ചു സഭയൊക്കെ നടത്തുന്നുണ്ട് മലക്കൂട്ടിൽ. പുള്ളി ഇങ്ങനെ നോക്കുന്നു, അവർ നോക്കുന്നു, നീ എന്തിനാണ് ഇവിടുന്ന് പോയത്? അവർ നോക്കുക, നീ എന്തിനാണ് ഇവിടുന്ന് പോയത്?
ഒരു കൊച്ചു സഭയൊക്കെ ആയിട്ട് 4-5 പരിപാടി ഇരിപ്പുണ്ട് അവിടെയൊക്കെ ആയിട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നന്നായി ദൈവവചനം പഠിച്ച് ഉറച്ച് ദൈവസഭയുമായുള്ള ബന്ധവും കൂട്ടുകെട്ടും വിടാതെ ആ സ്നേഹബന്ധം മരണം വരെ വെച്ചുകൊണ്ട് സഭ പണിയും. നമ്മുടെ സതീഷൊക്കെ പണിയുന്നില്ലേ ഇവിടെ മൂന്നാറിൽ പണി? എത്ര മനോഹരമായിട്ട് ആ കൂട്ടുകെട്ട് ഇന്നും ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്നും വൈകുന്നേരം എല്ലാ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലേ? ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലോ. ആ മാറാത്ത ബന്ധം സ്ഥാപിച്ചു നിൽക്കുന്ന മരണം വരെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ വൈ ലാക്കിൻ. കുറച്ച് പിള്ളേർ ചിലപ്പോൾ ഇംഗ്ലീഷ് ചിലപ്പോൾ ഗ്രഹിക്കാൻ ശക്തിയുള്ളവർ കാണും, അവരത് ഗ്രഹിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ ആണല്ലോ പിള്ളേർ പഠിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർക്കൂടെ ഗ്രഹിക്കാൻ പറ്റും, ബാക്കി മലയാളം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. വൈ ലാക്ക് ഇൻ ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ നമുക്ക് കുറവുകൾ? കുറവെന്ന് പറഞ്ഞാൽ ആ ശരിയായ അനുഗ്രഹം എന്തുകൊണ്ട് നമ്മൾ പ്രാപിക്കുന്നില്ല? ആ പൂർണ്ണതയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? അതാ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നു. അതിന് നമ്മൾ എടുക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. അതാണ് അതിൻ്റെ മനോഹാരിത. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസനീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അത് കുടീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് ശാസനത്തിനും ഉപദേശത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പൊ ഇന്ന് എടുക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. അത് പഴയ നിയമത്തിൽ എടുത്ത് അത് പുതിയ നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതിൻ്റെ ആഴമ ഇരിക്കുന്നവർ മനസ്സിലാക്കാൻ എൻ്റെ ദൈവമേ അവരുടെ ഉൾക്കണ്ഠ പ്രകാശിപ്പിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏമേ. ഉൽപ്പത്തി പുസ്തകം 41-56. ഉൽപ്പത്തി പുസ്തകം 41-56. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ടികശാലകളൊക്കെയും തുറന്നു. മിസ്രയീമ്യർക്കും ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്ത് കഠിനമായി തീർന്നു. ഇത് നമ്മുടെ ജോസഫിന്റെ കാര്യം. ജോസഫ് ഇപ്പൊ മന്ത്രിയായി, അവിടുത്തെ ഗവർണറായി. ലോകം മുഴുവനും ക്ഷാമമായി. കാരാഗൃഹത്തിൽ വെച്ച് ജോസഫ് അതേ സ്വപ്ന വ്യാഖ്യാനിയാണെന്ന് പാനവാഹന് മനസ്സിലായി. പാനവാഹൻ ഫറവോൻ സ്വപ്നം കണ്ടതിനെ വ്യാഖ്യാനിക്കാൻ ജോസഫിനെ അരമനയിലേക്ക് വരുത്തി. രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. 7 വർഷം ഭൂമിയിൽ നല്ല സമൃദ്ധി ഉണ്ടാകുന്ന കാലം 7 കൊല്ലം കഴിയുമ്പോൾ ക്ഷാമമായിരിക്കും. ഇതായിരുന്നു സ്വപ്നത്തിന്റെ ആ വ്യാഖ്യാനം. കതിരും 7 കതിരും അതുപോലെ തന്നെ 7 മെലിഞ്ഞതും തടിച്ചതുമായ പശുക്കളും, ഇങ്ങനെയുള്ള സ്വപ്നമാണ് ജോസഫ് കണ്ടത്. 7 വർഷം സമൃദ്ധി. ജോസഫ് അങ്ങോട്ട് അവരുടെ ഗോതമ്പെല്ലാം വന്ന് ആ നിലങ്ങളെല്ലാം വിളയാൻ തുടങ്ങി. 100 മേലി. പാണ്ഡശാലക്കടവ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പാണ്ഡികാലശലം, ഇവിടെ ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലമുണ്ട്. ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. നമ്മുടെ മാർക്കറ്റിലെ സ്കൂളിൻ്റെ പേരാണ് പാണ്ഡശാലക്കടവ് സ്കൂൾ. ഇവിടെ ഉള്ളതാണ്, മാർക്കറ്റിലുള്ളതാണ്. അതിനെന്താ ഈ പാണ്ഡശാലക്കടവ് എന്ന് പറയുന്നത്? ഇവിടെ ഈ ഉള്ള നെല്ലുകുത്ത് മില്ലുകളെല്ലാം അവിടെ, ഞങ്ങളവിടെയായിരുന്നു. വള്ളത്തെ വരുമായിരുന്നു. ഞങ്ങൾ അവിടെ കുളിക്കുന്ന അവിടെ. ഇപ്പം അവിടെ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റില്ല, കാരണം ബണ്ട് കെട്ടിയില്ല. ബണ്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇവിടുത്തെ കുളവും തോടുകളും എല്ലാം മെനക്കച്ചറയിലെ വരെ നമുക്ക് കാണും. ഇപ്പം ഇച്ചിരി പിന്നെ ഇപ്പം നാളെ കയറും മുഴുവൻ കുളകൾ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഈ ഒരു വെള്ളം കയറ്റി മുഴുവൻ വന്ന് അടുത്ത വെള്ളപ്പൊക്കം ഒഴുകിപ്പോയി. എപ്പോഴും നമ്മുടെ തോടുകളെല്ലാം ഏത് സമയത്ത് എങ്ങനെയായിരുന്നു? വൃത്തിയുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാം കുളിക്കുന്ന അവിടെയായിരുന്നു, പാഠശാലക്കടവിൽ. എന്നിട്ട് പിന്നെ പോകറിനും പോയി കുളിക്കും. കഥ പഠിച്ചേ അവിടുന്ന് കൊച്ചുനാളിൽ. അപ്പോൾ അവിടെ എല്ലാം എപ്പോഴും വൃത്തിയുള്ള തോടുകളായിരുന്നു. എല്ലാം നല്ല ഇങ്ങനെ പോളയും അഴുക്കൊന്നുമില്ലായിരുന്നു. ഉപ്പുവെള്ളം കയറ്റി ഒന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ഈ വലിയ മഴ വരും. അപ്പോൾ അവിടെ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ പേരാണ് പാണ്ഡശാലക്കടവ്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ ഒത്തിരി ഇങ്ങനെ മില്ലുകളാണ്. പടിഞ്ഞാറത്ത് വരുന്ന നെല്ല് മുഴുവൻ കുത്തിക്കുന്ന അവിടെയാണ്. എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ചന്തയിൽ വിൽക്കുന്നത്. ചങ്ങനാശ്ശേരി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പം അവിടെയായിരുന്നു ഈ കുത്തു മില്ലെല്ലാം അവിടെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, അവിടെ എല്ലാം മാറി. ഇപ്പം എല്ലാം മാറിപ്പോയി. തോടകളും വീടുകളൊക്കെ ആയി. അങ്ങനെ ഈ തോടാണെങ്കിൽ അഴുക്കായിട്ട് നടക്കും. അപ്പം ഈ ജോസഫ് എന്ന് പറഞ്ഞ ആൾ
നിറച്ചു. അവസാനം ഈ ധനം ഈ ലോകത്തുനിന്ന് ജനങ്ങളെല്ലാം വന്ന് ധനവും കൊടുക്കണം, അവിടുന്ന് ഗോതമ്പ് മേടിച്ചുകൊണ്ട് പോകണം. ഈ കൂട്ടത്തിൽ ഇവരും വന്നു. നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങളും പോകാൻ പറഞ്ഞു. അപ്പൻ യാക്കോബ് മക്കളെ വിട്ടു. മക്കളെ അവിടെ അപ്പൻ്റെ അടുത്ത് വിട്ടു, ജോസഫിൻ്റെ അടുത്ത്. ജോസഫ് എങ്ങനെ ചെയ്യുന്ന പരിപാടി ജോസഫിന് മനസ്സിലായി, എൻ്റെ സഹോദരങ്ങളാണ് വരുന്നത്. ജോസഫ് ഓരോ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഒരു സഹോദരനെ പിടിച്ചവിടെ വെക്കും. എന്നിട്ട് സാധനമെല്ലാം കൊടുത്തു വിടും. സാധനം കൊടുത്തു വിടുക മാത്രമല്ല, ആ പൈസ അവിടെ തിരിച്ച് ആ ചാക്കയെ കെട്ടി അങ്ങ് വിട്ടിരുന്നു. അപ്പൊ ഇവിടെ ഒരാളുടെ കിടപ്പുണ്ട് ജയിലിൽ, അവനെ ഓർത്തിട്ട് തീരുമാനം പിന്നെ വിടുന്നു. ഇങ്ങനെ വന്ന് അവസാന സഹോദരങ്ങളോ മിക്കവാറും പലരും അവിടെ ജയിലിലായി. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ അപ്പനെ പുള്ളിക്കൊന്ന് കാണണം. കാരണം ആ കാലം എന്തോ ദാരിദ്ര്യം, എവിടൊക്കെയാ ദാരിദ്ര്യം? ലോകം മുഴുവൻ ദാരിദ്ര്യം എന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ, ലോകത്തിലെ ജനം മുഴുവനും ഈജിപ്തിലേക്ക് പോവുക. എന്തിനാ? ആഹാരം കിട്ടാൻ വേണ്ടി. അവിടെ മാത്രമേ ഉള്ളൂ ആഹാരം. എല്ലാവരും സമ്പത്തെല്ലാം യോസേഫ് മഹാധനാഢ്യൻ. ഫറവോൻ പറയുക, നീ ഭൂമണ്ഡലത്തിലുണ്ടല്ലോ ഒരു കരീകരണത്തില്ല, നീ പറയാതെ രാജാവിന്റെ മുദ്രമോതിരം എടുത്ത് ജോസഫിന്റെ കയ്യിൽ അണിയിച്ചിരിക്കുക. നമ്മുടെ സബ്ജക്റ്റ് മറന്നു പോകുന്നു അല്ലേ? രാമായണം മുഴുവൻ കേട്ടിട്ട് സീതരാമന്റെ ആരാന്ന് കൊടുക്കില്ല, തലകുലുക്കി പോയെന്ന കാര്യം. നമ്മുടെ ഇന്നത്തെ വിഷയം മറന്നുപോലെ എന്തോ ക്രിസ്തുവിൽ എന്തുകൊണ്ടാണ് നമുക്ക് കുറവുകളുള്ളത് അതെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്. എങ്കിലും അച്ഛനെ പറഞ്ഞു തീരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്കെല്ലാം പെട്ടെന്ന് പിടികിട്ടി. നിങ്ങളോട് പറയാ, എന്നോട് ചോദിച്ചപ്പോൾ പിടികിട്ടുന്നു അച്ഛൻ പറയുന്നത്. അപ്പോൾ അതെന്തോ അതിൻ്റെ കാരണം പിടികിട്ടുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അവരെ എന്നോട് പറയുന്നു. കാരണം ഇവിടെ ഭയങ്കര ഇളക്കം കണ്ടു. അതാ അവർ നോക്കിയതാ. അവർക്ക് ഇളകണമെന്നുണ്ടായിരുന്നു, അവർക്കൊന്ന് ചാടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരും ചാടി കാണുന്നില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ അവിടെ നടക്കുക. അപ്പൊ ഒന്നൊന്ന് വായിച്ച 41, 46. ശ്യാമം സൗണ്ട് കൊടുത്തേ സിന്ധുവിന്. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാഠ്യശാലകളൊക്കെയും തുറന്നു. മിസ്രൈമർക്ക് ധാന്യം വിട്ടു. ക്ഷാമം മിസ്രൈം ദേശത്ത് കഠിനമായി തീർന്നു. ഭൂമിയിലെങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രൈമിൽ ഒറ്റ രാജ്യത്തിലില്ല ആഹാരം, ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ആഹാരം വേണേ എവിടെ ചെല്ലും? ഈജിപ്തിൽ ചെല്ലും. ചുമ്മാ എല്ലാം പറ്റുമോ? അവരുടെ സമ്പത്ത് കൊണ്ട് വേണം. അപ്പൊ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരായി? ജോസഫ് സമ്പന്നനായില്ലേ? ഫറവോൻ അവനെ എവിടെ ഇരുത്തി? എല്ലാത്തിൻ്റെയും മീതെ ഇരുത്തി. എവിടുന്നാണ് തുടങ്ങിയത് കളി? പൊട്ടക്കിണറ്റിൽ നിന്ന് തുടങ്ങിയ കളിയ. പൊട്ടക്കിണറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പൊ എവിടെ പോയിരിക്കുക? രാജാവിരിക്കുന്ന സിംഹാസനത്തിൽ ജോസഫ് ഇരിക്കുക. ഏതെല്ലാം കഷ്ടതയിലൂടെ കടന്നുപോയത് അവിടെല്ലാം ജോസഫ് കൃതാർത്ഥനായിരുന്നു. വ്യഭിചാരം ചെയ്യാനായിട്ട് 17 വയസ്സുള്ളവനെ കൊണ്ടുപോയി ആ പോത്തിഫറിന്റെ ഭാര്യയെ പഠിച്ച പണി 18 നോക്കി. പക്ഷെ പണി നടന്നില്ല. പറഞ്ഞ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അങ്ങനല്ലേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന വ്യക്തിയാ ജോസഫ്. അപ്പൊ അങ്ങനെ വിശുദ്ധനായി ജീവിക്കുന്ന ആളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. ലൂക്കോസ് സുവിശേഷം 15:17 എനിക്ക് വലിയ സന്തോഷം തോന്നി. ദീപേഷ് അതിൻ്റെ അടുത്ത് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ സംസാരിച്ചത്. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. നിങ്ങൾക്ക് ഈ മെസ്സേജിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അല്ലേ? നമ്മുടെ ക്രിസ്തുവിൽ
അത് കുറവെന്തുകൊണ്ടാണ് കൊണ്ടിരിക്കുക. ഇവൻ പറയുക അവരുടെ അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ കൂടെ താമസിക്കുക, ഒരുത്തനെല്ലാം വീതം മേടിച്ചു പോയി, തോന്നിവാസം കളിച്ച് കൂട്ടുകാരുടെ കൂടെ എല്ലാം നശിപ്പിച്ചു. കാശുണ്ടായ കൂട്ടുകാർ മുഴുവൻ പെണ്ണുങ്ങളുടെ കൂടെ നടന്നു, കള്ളും കുടിച്ച് തോന്നിവാസം കളിച്ച് അവസാനം എല്ലാം തീർന്ന് പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും കിട്ടാതെ വന്നപ്പോൾ അവിടെ കടന്ന് സുബോധം വന്നു. ചിലതിന് അവിടെ കിടന്നാലും സുബോധം വരത്തില്ല. സുബോധം വന്നിട്ട് പറയുക, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാര് ഭക്ഷിച്ച് തള്ളിക്കളയുന്നു, ഞാനോ ഇവിടെ കിടന്ന് വിശപ്പനുഭവിക്കുന്നു. സുബോധം വന്നപ്പോൾ എഴുന്നേറ്റ്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അപ്പം എല്ലാം ചോദിച്ചു. അതവിടെ പറഞ്ഞാൽ അതാ തോന്നുന്നു അല്ലേ? അപ്പം ഓടി ചെന്ന് കൈകാര്യം എന്ന് പറഞ്ഞ അപ്പൻ്റെ സ്വത്തിന് കണക്കില്ല. അപ്പൻ്റെ സ്വത്തിന് കണക്കില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്തിന് എവിടെ പറഞ്ഞു ഉറക്കമായി. കല്യാണം ഓർമ്മയില്ല, നമുക്ക് നേരത്തെ വെച്ചു. നീ ഇതെല്ലാം പതുക്കെ കേട്ട കല്യാണം, നീ കല്യാണത്തിന് വേണ്ടി വന്നാണ് അത് പതുക്കെ കേട്ടെ. ഞാൻ നല്ല കാറ്റുമൊക്കെ കിട്ടി സുഖമാണ്. നീ കല്യാണം അതൊക്കെ വന്നോണം പഠിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഇന്നൊക്കെ പോകണ്ട. 11 കല്യാണം കഴിഞ്ഞ് നീ പോയി കേട്ടോ. ഇവിടെ വന്നിരിക്കണം. നീ ഉറക്കോ? അത് നല്ല ഉറക്കോ? നീ അവിടെ സൂക്ഷിച്ചോണം, കൂടെ കൊണ്ട് നടക്കണം. അദ്ദേഹം കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണം ഇങ്ങനെ പോയിട്ടുണ്ട്. എവിടൊക്കെ ഇങ്ങനെ വിട്ട് തിരിഞ്ഞ് നടന്നു. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയോട് പതുക്കെ വിശ്വാസത്തിൽ വളർത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു വചനം ആരോ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്ന, കർത്താവ് നമ്മെ വിളിച്ചു കേട്ടോ. നിന്നെ വിളിച്ചതാ. നിങ്ങൾക്ക് വചനമൊന്നും വായിക്കുന്നില്ല, അതിന് വായിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി നീ വളരണം. പക്ഷെ ദൈവം നിന്നെ എന്ത് ചെയ്യുന്നു? ജസ്റ്റിനല്ലേ? ജസ്റ്റിനല്ലേ? ജസ്റ്റിനെ ദൈവം എന്ത് ചെയ്തു? കത്തോലിക്ക പള്ളിയിൽ വിഗ്രഹാരാധിയായിരുന്നു. അവിടെ വിളിച്ചു. ഇത്രയും പണി നടന്നു. നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യും? പതുക്കെ വളരുക. അതിന് കേട്ടോ. ഇടയ്ക്ക് ഉറങ്ങിക്കോ, ഉറക്കം വരുന്നതിന് ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇരുന്ന് പതുക്കെ വളരണം. ഇടയ്ക്ക് എന്നെ ഓടി പറഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ പുഷ്ടി പ്രാപിക്കും, വചനത്തിൽ വളരും, ബലമുള്ളവരായി തീരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരപ്പന് 2 മക്കള്, ഒരുത്തൻ മാനസാന്തരപ്പെടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുക, ഈ അപ്പൻ ആരാണെന്നുള്ളത്. അപ്പൻ ചോദിച്ചു പോലുമില്ല. നീ ഇവിടുന്ന് എല്ലാം കൊണ്ടുപോയില്ലേ? കാര്യത്തോടെ ചോദിക്കാൻ. അപ്പന്റെ സ്വത്തിന് കണക്കില്ലാത്തത് ഒരു കാര്യം ശ്രമിച്ച് അത്രയും നീ മനസ്സിലാക്കിയാൽ ഇന്നത്തെ ഏതാണ്ട് വചനം നിന്റെ ഉള്ളിൽ കയറി. എന്താ അതിന്റെ അർത്ഥം? അത്രയും കാര്യം മനസ്സിലാക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ തുടങ്ങി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 41-ന്റെ 47 മുതൽ 49 വരെ ഉൽപ്പത്തി. എലിസബത്തിന്റെ ഭർത്താവല്ലേ വന്നത്? എലിസബത്ത് ഉണ്ടോ? വന്നോ? അവിടെയാണ്, സൗദിയിലാണോ? ലൂക്കോസ് 15-ന്റെ ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 47 മുതൽ 49 വരെ. എന്നാൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രയീം ദേശത്ത് സുഭിക്ഷതയുണ്ടായ 7 സംവത്സരത്തിലെ ധാന്യമൊക്കെയും അവൻ ശേഖരിച്ച പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിനും ചുറ്റുവട്ടത്തുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസേഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അപ്പോൾ അളപ്പാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിക്കളഞ്ഞു. ദൈവം അവനെ അനുഗ്രഹിച്ചത് ലോകത്തെ മുഴുവനും അവന് വർഷങ്ങളോളം കൊടുക്കാനുള്ള സമ്പത്ത്. ഗോതമ്പ് അവന്റെ പാഠശാലക്കടയിൽ കയറി പറയ അളവ് നിർത്തി. കൊയ്തത് തകർത്താക്കാൻ പറഞ്ഞു. മുഴുവൻ പണികശാലകളിൽ ലോകം മുഴുവൻ കൊടുക്കാനുള്ള ഗോതമ്പ് അവന്റെ കയ്യിലെത്തി. അവന്റെ സമ്പത്ത് മനസ്സിലായോ? അപ്പന്റെ വീട്ടിൽ സമ്പത്തിന് ഒരു കുറവും ഇല്ല. പിന്നെ നീ എന്തുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാകേ? എന്തുകൊണ്ടായിരിക്കും?
കുഞ്ഞമ്മയ്ക്ക് പറയാമോ? കിടക്കറ കുഞ്ഞമ്മേ, എന്തുകൊണ്ടാ നമ്മളങ്ങോട്ട് വളരാത്ത ആത്മാവിൽ ശക്തിപ്പെടാത്ത എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും പറയാം? ഒരാളുടെ അവിടുന്ന് ഇവിടുന്ന് രണ്ടുപേര് പറഞ്ഞു, ഉത്തരം കിട്ടി, അത് മതി. രണ്ടുപേര് പറഞ്ഞില്ല. എന്തോ വിശ്വാസക്കുറവ്. അടുത്തിരിക്കുന്ന ആണ്ട് പറയാം, നന്നാകാത്തതിന് കാരണം പറ. നന്നാകാത്തതിന് കാരണം പറ. വിശ്വാസക്കുറവ്. അപ്പോൾ ഓരോ ദിവസവും വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ആദാമുമായി ചെയ്ത പാപം എന്തായിരുന്നു? എന്റെ ഭാര്യ രാവിലെ പറഞ്ഞ അങ്ങനെ അല്ലായിരുന്നു. ഭാര്യ പറഞ്ഞ അനുസരണക്കേടെന്നാണ്. കണ്ടോ, എന്റെ ഭാര്യ ഇതുവരെ പഠിച്ചു നോക്കുന്നില്ല. ഇത്രയും കാലം എൻ്റെ കൂടെ ഇരിക്കുക. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ക്രിസ്ത്യനെ. എൻ്റെ ഭാര്യയുടെ കാര്യം നല്ല കുഴപ്പമില്ലല്ലോ. അവളോട് രാവിലെ ചോദിച്ചു, ആദവുമായി ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ കത്തോലിക്ക പള്ളിയിലാണ് എന്താ പറയുന്നത്? അനുസരണക്കേടാണ്. എന്നാൽ അനുസരണക്കേടാണ് അവർ ചെയ്ത പാപം. അവർ ചെയ്ത ഒന്നാമത്തെ പാപം ദൈവത്തെ വിശ്വസിച്ചിട്ടാണ്. അവരാരെയാണ് വിശ്വസിച്ചത്? സാത്താൻ പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കയില്ല, നീ ദൈവത്തെ പോലെയാണ്. യേശു എന്താ പറഞ്ഞു? ഇത് തിന്നുന്ന നാളിൽ. അപ്പൊ അവരാരെയാണ് വിശ്വസിച്ചത്? സാത്താനെ വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചില്ല. നമ്മളിപ്പോ ചെയ്യേണ്ട ആരെ വിശ്വസിക്കണം? യേശുവിൽ വിശ്വാസം ഉണ്ടോ? നിന്റെ ഗതികേട് അന്ന് മാറും. യേശുവിൽ വിശ്വസിച്ചാൽ അതിനാ യേശു വന്നത്. യേശു പറഞ്ഞില്ലേ, മല പോലുള്ള പ്രശ്നം നേരെ എടുത്ത് കടലിലെറി, അതൊക്കെ മാറുന്നതാണ്. എന്നുണ്ടായാൽ മതി. കടുക് മണിയോളം വിശ്വാസം. കടുക് മണിയോളം വിശ്വാസം. അപ്പോഴത്തേക്കും വിശ്വാസം ദൈവം തന്നിട്ടില്ലേ? വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ലേ? എന്തിനാ വിശ്വാസം തന്നിരിക്കുന്നത്? ചൈനക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരന് കർത്താവ് വിശ്വാസം കൊടുത്തതിനാ. കമ്മ്യൂണിസ്റ്റുകാരന് ചൈനക്കാരന് ദൈവം വിശ്വാസം കൊടുത്തത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദാസപ്പനൊക്കെ വിശ്വാസമുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്. അവരുടെ മക്കളൊക്കെ ഇപ്പൊ ആരാധനയില്ല. പക്ഷേ വലിയ കൊടിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ആദ്യകാലത്തൊക്കെ. EMSനെ പോലെയുള്ള ആൾക്കാർ അവർക്കാണ് ആദ്യകാലം ഇറങ്ങുന്നവർ. AKGക്കൊന്നും വിശ്വാസം അവർക്കൊന്നും ഇതില്ല, ദൈവവിശ്വാസം ഇല്ലാത്തത്. അവർ തൊഴിലാളികളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. വേറെ ഒന്നുമില്ല. തൊഴിലാളി ഐക്യം സിദ്ധാന്തം വെട്ടുക, അത് മുഴുവൻ ലോകത്ത് കൊണ്ടുവരിക. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. വിശ്വാസം എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു? എന്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു? ആദവുമായി വിശ്വാസം. വിശ്വാസമില്ലായിരുന്നു. ആരും വിശ്വാസമില്ലായിരുന്നു. ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പൊ ക്രിസ്തുവിൽ എല്ലാവരും ക്രിസ്തുവിനോടായി. നേരത്തെ നമ്മൾ മാതാവിന്റെ പുറകെ വിഗ്രഹത്തിന്റെ പുറകെ നടന്നവരാണ്. നമുക്ക് വിശ്വാസമില്ലായിരുന്നു. യേശു പാർട്ടിക്കാരുടെ വിശ്വാസമില്ലായിരുന്നു. അവിടുന്ന് എല്ലാം ദൈവം നമ്മളെ എന്ത് ചെയ്തു? വിളിച്ചു വേർതിരിച്ച. ദൈവം വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഒരു നല്ല കൈയടിച്ച് ദൈവത്തെ മാത്രം കൊടുക്കും. ദൈവം നമ്മളോട് ചെയ്യുന്ന കരുണയായിട്ട് നീ കത്തോലിക്കയിലല്ലായിരുന്നോ? മനസ്സിലാക്കിയെടുത്തോളം എന്തിനീ കൂടാതിരിക്കുന്നു? ഇല്ല, നാളെ നീ കാണുന്നില്ല. ഇത് ഭാര്യ നിന്നെ കുട്ടിയോട് കല്യാണം കഴിഞ്ഞ് കാര്യം സാധിച്ച് മുഖം കുറച്ച് ഒറ്റ പോക്കാം. ഇതിലൂടെ കാണുന്നു പോലും. പക്ഷെ ഈ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഒന്നും അറിയുന്നില്ല. വിഗ്രഹാരാധ്യം എന്നെ വിളിച്ച് നിന്നെ വിളിച്ചിരിക്കുക. വിളിച്ച് കർത്താവിന്റെ കൃപ. ഒരിക്കൽ കർത്താവിന്റെ പുറകെ രണ്ട് ശിഷ്യന്മാരുണ്ട്. കർത്താവ് പറഞ്ഞു, അതെ വന്ന് കാണുക അല്ലേ? നീ എവിടെ പാർക്കുന്നു എന്നുള്ളത് അവസാനം അവർ കർത്താവിന്റെ രക്തസാക്ഷികളായിരിക്കും. അന്ത്രയോസും ഫിലിപ്പോസും നമ്മൾ കാണുന്നില്ലേ? വന്ന് കാണുക, വിളിച്ചിരിക്കുക, വന്നു കാണുക.
അവന്റെ പുറകെ ഇറങ്ങാൻ വിളിച്ചിരിക്കുക. അവന്റെ പുറകെ ഇറങ്ങിയാൽ നമ്മളെ കൊണ്ട് ദൈവം പട്ടണം ചങ്ങനാശ്ശേരിയല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ലോകം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. Praise God. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിൽ കുറവ്? ക്രിസ്തുവിൽ വന്നിട്ടും കുറവ്, വിശ്വാസക്കുറവ് ആണോ അല്ലേ? അത് മനസ്സിലായല്ലോ. അപ്പൊ ഈ നമ്മളിങ്ങനെ വചനം കേൾക്കുന്നത് വിശ്വാസം വർദ്ധിക്കാൻ. അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. എന്റെ കർത്താവിലാണെങ്കിൽ എന്റെ കർത്താവ് എന്നെ നടത്തും, എന്റെ മക്കളെ നടത്തും, എന്റെ കുഞ്ഞുങ്ങളെ നടത്തും, അവരുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. കാരണം ഈ ദൈവത്തിന് ഒന്നിനും കുറവില്ലാത്തവനായ ദൈവം. കാരണം ഈ അപ്പത്തിനുണ്ടല്ലോ വലിയ ധനാഢ്യന, അവനെല്ലാത്തിനും മതിയായവൻ. 4 പോയിന്റ് പറയാൻ പറ്റുന്ന അറിയില്ല, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, നോട്ട് ഫോർ സർവൈവൽ. രണ്ടാമത്തത് എവരിത്തിങ് ഈസ് ഫ്രീ. മൂന്നാമത്തത് അൺസെർച്ചബിൾ റിച്ചസ്. നാലാമത്തത് നോ നീഡ് ടു അപ്രീസ്. ഇങ്ങനെ ഒരു 4 ഇംഗ്ലീഷിലെ പോയിന്റ്. അത് മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ക്രിസ്തുവിൽ വന്നിട്ട് കുറവുകളെന്ന് ചോദിച്ചാൽ, ഇത് ഈ നോട്ട് ഫോർ സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മരിച്ചാൽ മതി. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ. 2 പിള്ളേരുണ്ട്, അവർക്കൊരു വീടുമൊക്കെ വെച്ചു, ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് നമ്മളങ്ങ് പോകണം. എൻ്റെ കുഞ്ഞെ, നീ കത്തോലിക്ക സഭയിൽ ഇങ്ങനെ നടത്തും. കത്തോലിക്ക അതിനല്ലോ. ഞാൻ കത്തോലിക്ക നിന്നപ്പോൾ എനിക്ക് ജോലി, ഞാൻ 2 വീടും സ്ഥലവും 3 സ്ഥലം കിട്ടും. ഏക്കറയിൽ മേടിച്ചിട്ട സമയം എനിക്ക് ദേശീയ കാലത്തുണ്ട്. അതിന് മുമ്പ് അല്ലേ ദേശീയ അറിയൊന്നുമില്ല. 2 വീടും 2, 3 ഒന്ന് പുഴവാതിലൊരു സ്ഥലം, 3 സ്ഥലം, അവിടെ സ്ഥലം, എല്ലാം സ്ഥലം മേടിക്കുന്നു പണി. അന്നത്തെ കാലത്തൊക്കെ തലക്കേറ്റ് അതായിരുന്നു സ്ഥലം മേടിക്കുന്നത്. ഗൾഫിൽ പോകുക, സ്ഥലം മേടിക്കുക, മുമ്പിലത്തെ വീട് മേടിക്കുക. ഞാൻ എൻ്റെ വീട് ശരിയാക്കുക, പിള്ളേരെല്ലാം കെട്ടിയില്ല, എല്ലാം ഭയങ്കര പണിയില്ല. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഇതെല്ലാം നിർത്തിവെച്ചു. ഇതേ ശരിയാ. കാരണം വലിയൊരു സമ്പത്താണ് നമുക്ക് കിട്ടിയത്. എല്ലാ സമ്പത്തിലും വലുതാ യേശു. പിന്നെ നമ്മൾ കർത്താവിന് വേണ്ടിയുള്ള അവൻ നമ്മെ നടത്താൻ മതിയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇത്രയേ ഉള്ളൂ. ഒരു വീട് വെക്കണം, ഒന്ന് കല്യാണം കഴിക്കണം, 2 പിള്ളേരെ കഴിക്കണം, അവിടെ കല്യാണം കഴിക്കണം, ഞാൻ വയസ്സാകണം, ഞാൻ അങ്ങനെ മരിക്കണം. അതിനാണ് ഇപ്പോഴേ മരിക്കുകയാണ്. ഇത് വിശ്വാസികളൊന്നുമില്ല. അപ്പൊ ആ ഒരു ചിന്ത തെറ്റ എന്ന് പറഞ്ഞാൽ അത് പറയുന്നതാണ്, ദിസ് ഈസ് നോട്ട് ഫോർ സർവൈവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിച്ച് ഒന്ന് പര്യവസാനിപ്പിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യം ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. വലിയ വ്യത്യാസം വരുത്തണമെങ്കിൽ ആ ചിന്താഗതി മാറ്റണം. നമുക്ക് വായിക്കാം, 30:42 ഇസ്രായേലിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? ഇസ്രായേലിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിൽ പോയി എന്ത് ചെയ്യുക? ധാന്യം കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ധാന്യം ഉണ്ടല്ലോ, സമൃദ്ധി ഉണ്ടല്ലോ. മകനാണെന്ന് അറിയാമോ? അറിയത്തില്ല. ഇത് യേശു നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ലൂക്കോസ് 15:31. ആത്മാവുള്ള മക്കളെ കണ്ണു തുറക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. ലൂക്കോസ് 15:31. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. അങ്ങനല്ലേ പറഞ്ഞു? മൂത്തവൻ നമ്മളായിരുന്നു. അത് എനിക്ക് വേണ്ടി ഒരു ആണിനെ പോലും പറയുകയാണ് എന്റേതെല്ലാം ഉണ്ടോ? അറിവ് കുറവാ. മത്തായി 5:45. മത്തായി 5:45. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരെ തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർക്ക് മാത്രമല്ല എങ്ങനെ കൊടുക്കുന്നത്? മഴ കൊടുക്കുന്നത്. പിന്നെ ആർക്കൂടെ കൊടുക്കും?
കിഴക്കന്മാരെല്ലാം കൂടെ പറഞ്ഞു മഴ പെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവമേ പെയ്യരുത്. അപ്പോൾ ആൾക്കാർ ഉടനെ എന്നോട് ചിരിച്ചു. എന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദാസപ്പൻ്റെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് മഴ പെയ്യാവുന്നു. അങ്ങനെ പറഞ്ഞു. ദാസപ്പൻ്റെ കൊയ്ത്തൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ ആർക്കും 10-12 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ചൂട് കൊണ്ട് ആദ്യം കണ്ടില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ ദാസപ്പൻ്റെ കൊയ്ത്തിൻ്റെ പ്രശ്നമാണ്, ഞങ്ങൾക്കൂടെ വെള്ളമില്ലാത്ത പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ അതുകൂടെ കഴിയട്ടെ ഇല്ലേ. കർത്താവിനെ ആരെക്കുറിച്ച് ചിന്തയുണ്ട്? പറഞ്ഞ ദാസപ്പനെ കുറിച്ച് ആർക്ക് ചിന്തയുണ്ട്? കാരണം കതിരെല്ലാം വന്ന് നിൽക്കുക. ഇന്നലത്തെ പോലെ ഒരു മഴയാ അന്ന് പെയ്തെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാം താഴെ വീഴും. പിന്നെ പൊക്കി കൊയ്യാന്ന് പറഞ്ഞാൽ അത്ര അപ്പുറം കുട്ടനാടിലെ കാര്യം വലിയ അവസാനമാണ് കൊയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വേനൽ മഴ പെയ്താൽ അത് മുഴുവനും താഴെ പോകും. പിന്നെ കൊയ്ത്ത് വളരെ ബുദ്ധിമുട്ടാവും. ശരിയല്ലേ? ലോഡിങ്ങൊക്കെ കഴിഞ്ഞെന്നാണ് എന്നോട് ദാസപ്പൻ പറഞ്ഞു. കഴിഞ്ഞ ദാസപ്പം എല്ലാം കൊയ്ത് കഴിഞ്ഞോ? ഇനിയും പെയ്യട്ടല്ലേ? ഇനിയും കേട്ടു. ദാസപ്പൻ ഓർഡർ കൊടുത്തെങ്കിലേ എന്ത് വരുന്നുള്ളൂ. അപ്പം മിനിഞ്ഞാന്ന് മുതൽ ദാസപ്പൻ ഓർഡർ കൊടുത്തിരിക്കുക മഴ പെയ്യാൻ. അപ്പൊ ദൈവം ദാസപ്പനെന്ന് മാത്രമല്ല, അവൻ എല്ലാവരുടെയും ദൈവമാണ്. കിഴക്കന്മാരുടെയും ദൈവമാണ്, പടിഞ്ഞാറുകാരുടെയും ദൈവം. അല്ലേ? അവൻ ദുഷ്ടന്മാരുടെ മേലും അവൻ എല്ലാവർക്കും നല്ലവൻ എന്നല്ലേ പറഞ്ഞു. യഹോവ മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും ദൈവമില്ലാത്ത കത്തോലിക്കനും എല്ലാം അവൻ നല്ലവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം അവന് എല്ലാവർക്കും കൊടുക്കുന്ന ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നവരുടെ കാര്യമില്ല. നമ്മുടെ ആ കൂട്ടത്തിൽ നമുക്ക് തരുന്നില്ല. നമ്മളെ തരുന്നത് കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട്. ഒന്നാമത് മനസ്സിലാക്കണം, ഈ എന്തെങ്കിലുമൊക്കെ കിട്ടി അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോകാനാണ് ഞാൻ വിശ്വാസത്തിൽ വന്നതെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി. എൻ്റെ ദൈവം ആരാണെന്നുള്ള ചിന്ത. രണ്ടാമത്തത് വേറൊരു ചിന്ത നമുക്ക് വേണ്ടതല്ല. എല്ലാം സൗജന്യമാണെന്നുള്ളത്. എന്താണ്? എല്ലാം സൗജന്യമാണ്. ഞാൻ ചോദിക്കട്ടെ, വായു എടുക്കുന്നുണ്ടല്ലോ എല്ലാവരും? സൗജന്യമാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ടോ? ഈ കണ്ട വെള്ളം മുഴുവൻ കുടിച്ചാൽ തീർക്കല്ലേ? നമ്മുടെ പ്രത്യേകിച്ച് കേരളീയ ഒരു കുഴപ്പമില്ലല്ലോ, സൗജന്യമല്ലേ? ഇനിയും ആത്മീയമായിട്ട് നോക്കിക്കേ, ദൈവം നമ്മളെ വിളിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അത് സൗജന്യമല്ലേ? നമ്മൾ വേറെ അവരുടെ കടന്ന് കറങ്ങിയടിച്ച് നടക്കില്ല. നമ്മളവിടെ അമ്പലത്തിൽ എന്തായിരുന്നു, ഞാനാണെന്നറിയ അമ്പലത്തിൽ ചെറുപ്പിൻ്റെ അവിടെ പോയിരിക്കും. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ മുസ്ലിമിൻ്റെ പള്ളിയിൽ പോയിരുന്നുകൊണ്ട് അതും കേൾക്കും. ഇപ്പുറത്തെ SNDPക്കാരുടെ അവിടെ അന്നാശ്രമത്തിൽ പോയിരുന്ന കഥാകാലക്ഷേപവും യാത്ര ചെയ്തു. ഇതെല്ലാം കൂടെ ഡിസംബർ മാസം തീർക്കുക. ഇതായിരുന്നു നമ്മുടെ പണി. അതിനകത്തോടെയും നമ്മളെ വിളിച്ചെടുത്തോണ്ട് വന്ന് ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. സന്തോഷമല്ലേ? അതൊരു ഭയങ്കരമല്ലേ? അത് നമുക്ക് സൗജന്യമായിട്ടല്ലേ വിളിച്ചത്? ഒരാളെ വിട്ട് നമ്മൾ സുചരണം പറയാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള ആരെയെ വിട്ട് നമ്മളെ വിളിച്ചതിനകത്ത് കയറ്റിയില്ലേ? രക്ഷയിലേക്ക് കയറ്റി. ഇനി രക്ഷ സൗജന്യമല്ലേ? അല്ലേ? രക്ഷ സൗജന്യം, രോഗസൗഖ്യം സൗജന്യമല്ലേ? പിന്നെ ഇന്നിപ്പോ ലഭിക്കുന്ന വായു വെള്ളം എല്ലാം സൗജന്യമല്ലേ? അപ്പം ആദ്യമേ മനസ്സിലാക്കണം, ദൈവം നമുക്ക് തരുന്നതെല്ലാം സൗജന്യമായിട്ട്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മാറ്റപ്പെടും. അപ്പൊ ഈ പരിജ്ഞാനം നമുക്ക് കുറവാണ്. യോശയുടെ പുസ്തകം 4:6. ഹോശേയ 4:6. പരിജ്ഞാനമില്ലായിരിക്കാൻ ജനം നശിച്ചു. ഈ പരിജ്ഞാനം ഇവർക്ക് 2 പിള്ളേർക്കും ഇല്ലായിരുന്നു. ആർക്കാ? ചേട്ടനും ഇല്ലായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു. ചേട്ടനെ കൂടെ താമസിച്ചിട്ടും അനുഭവിക്കാനുള്ള, കാരണം അപ്പനെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. പിന്നെ അപ്പം പറഞ്ഞു എൻ്റെതെല്ലാം മെത്താൻ കരഞ്ഞു പിടിച്ച് വന്നു. അങ്ങനെയും ഉണ്ട്. ഇപ്പൊ 2 പേർക്കും എന്തില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് സംസാരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് നമ്മളോട് സംസാരിക്കുക. ഇവിടെ വചനം പറഞ്ഞ കേട്ടോ ജസ്റ്റിനെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി ആഴമാണ്. പണ്ട് നമ്മൾ കൊട്ടിപ്പാടി വിഗ്രഹം എടുത്ത് പൊടിയും കയറ്റി വെടിക്കെട്ട് നടത്തി. അതല്ല ഇത്. ഇവിടെ ഒരു വിഗ്രഹവും ഇല്ല, പെരുന്നാളില്ല,
വലിയ ആഴമായ സത്യമാണ്. ഇതിലോട്ട് കയറുക നമ്മൾ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ജീവിതകാലം മുഴുവനും പഠിക്കേണ്ട കാര്യമുണ്ട്. ചിലർ ബിംബന്മാരൊക്കെ ചിലർ ബിംബന്മാരാണ്. ചിലപ്പോൾ നാളെ ജസ്റ്റിനായിരിക്കും ഇവിടുത്തെ വചനം പറയാനിരിക്കുന്നു. ആർക്കറിയാം? നീ ആയിരിക്കും ചിലപ്പോൾ നാളെ ഇവിടെ വന്ന് നിന്ന് വചനം പറയുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ദൈവത്തിൽ എന്താ ഈ വചനത്തിന്റെ മർമ്മം? ഇവിടെ ഓസിയ പ്രവാചകൻ പറഞ്ഞെന്തോ? പരിജ്ഞാനമില്ലായികയാൽ എന്റെ ജനം നശിച്ചു പോകും. എന്റെ ജനം നശിച്ചു പോകും. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. കേട്ടോ? നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം പരിജ്ഞാനം വേണം. ഇതിനെ കുറിച്ച് ദൈവ വചനത്തിലുള്ള പരിജ്ഞാനം ആവശ്യം. എന്താ പരിജ്ഞാനം? ദൈവം നൽകിയതെല്ലാം ആ സൗജന്യമാണെന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല അച്ഛനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റിയില്ല. എന്തോ ഇപ്പൊ നോക്കിയാൽ അറിയാം, വേറൊരു അമ്മണി സിസ്റ്റർ കിടപ്പുണ്ട് ഇത്രയും നീരായിട്ട്. കഴിഞ്ഞ ദിവസം ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. മുഖം ഇത്രയും നീര് പല്ലുവേദന. നമ്മുടെ അമ്മണി സിസ്റ്റർ തെങ്ങണായില്ലോ ഇവിടെ വന്ന് കയറിയപ്പോൾ ഈ തങ്കമ്മയെ കാണുന്നു ഇത്രയും നീരാണ്. ആർക്കെങ്കിലും കാണണമെങ്കിൽ പോകുമ്പോൾ തിരിച്ച് ഇവിടെ ഇങ്ങനെ നിർത്തിരിക്കുക. പല്ലുവേദന ഇല്ലേ? പല്ലുവേദന ഇല്ലാത്തവരെല്ലാവരും എനിക്കില്ലല്ലോ നോക്കണ്ട കേട്ടോ. അത് പ്രായം കുറേ ആയല്ല. അങ്ങനെ ഇപ്പം നോക്കിയാൽ ചെറുപ്പക്കാരുടെ ഇപ്പോൾ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ല 70-ന്റെ മുകളിലില്ല. 70 ഉണ്ടോ? കാണുമായിരിക്കും തങ്കമ്മയ്ക്ക്. പെണ്ണുങ്ങൾ വയസ്സ് പറയാനില്ല. 70 ഉണ്ടോ തങ്കമ്മയ്ക്ക്? അപ്പം പിന്നെ പല്ല് കുറേയൊക്കെ പോകും. പല്ലിന് ഇച്ചിരി കേടാ. നാളെ ഉണ്ടല്ലോ നീര് കാണുന്നില്ലേ? അടുത്ത് പോയി തപ്പി നോക്കിയാൽ മതി. പ്രൈസലോ ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? എന്താ തങ്കമ്മ പറയാൻ പറഞ്ഞത്? എന്റെ പല്ലിന്റെ വിട്ടുപോകും. ആ പല്ലിന്റെ പ്രത്യേകത, ഒരു പല്ലുവേദന വന്നാൽ മതി വല്ലതും തിന്നാൻ പറ്റുമോ? ഒരു പല്ലുവേദന വന്നാൽ മതി. ഈ ഇരിക്കുന്ന ഇരിപ്പൊന്നും ഇവിടെ ഇരിക്കത്തില്ല. ജീവനായിരിക്കും. ദൈവം പല്ല് തന്നു. ഇവിടെ അതിനെ ആരാധിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ആരുടെയോ കാലിന്റെ കാര്യമാണ് അല്ലേ? ദൈവം ഈ കാലും ഈ ബുദ്ധിയും ഈ കരളും ഈ ഹാർട്ടും ഈ കൈയും ഒക്കെ തന്നതുകൊണ്ടാണ് നമ്മൾ ജീവനോട് ഇരിക്കുന്നത് കേട്ടോ. ഇത് കൈ കർത്താവിനെ അടിക്കാനുള്ള നൃത്തം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം. ഒരു ചെറിയ പല്ലുവേദന മതി, ആരാധന പോലെ മുടങ്ങിപ്പോ. അത്ര സാധനം രാത്രി ഉറക്കത്തില്ല. സ്തോത്രം. അപ്പൊ ദൈവം എത്ര കരുതുന്നുണ്ടെന്നാണ് എന്ന് ഞാൻ പറയാൻ കാര്യം സൗജന്യമാണ്. ഇത്രയും നാളും നീ അനുഭവിച്ചതെല്ലാം നിനക്ക് വന്നില്ലല്ലോ എന്നോർത്ത് നീ സന്തോഷിക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും നാളും നീ സൗജന്യമായിട്ട് അനുഭവിച്ചത്, ആ സൗജന്യമായി അനുഭവിച്ചതിന് ഒരു കരമടിച്ച് ദൈവത്തെ മോട്ടിച്ചു. അപ്പൊ ദൈവത്തെ ആരാധിച്ചോളും. ദൈവം നമുക്ക് സകലതും എങ്ങനെ തന്നിരിക്കുന്നു? സൗജന്യമാണ്. ഇനി മൂന്നാമത് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ കുറവ്. രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ചെറിയ ഒരു ജീവിതമല്ല ഇത്. അല്പം കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുന്നതല്ല. അല്പം കൊണ്ട് തൃപ്തിപ്പെട്ടാൽ പലതിലും നമുക്ക് ആ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കാതെ പോകും. രണ്ടാമത്തത് ഇപ്പൊ പറഞ്ഞത്, ദൈവം സകലതും നമുക്ക് സൗജന്യമായി തരുമെന്നുള്ള ഒരു ബോധം. നമ്മൾ രക്ഷിക്കപ്പെട്ടതും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും എല്ലാം സൗജന്യമായി. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺസർച്ചബിൾ റിച്ചസ്. ഞാൻ പറഞ്ഞതില്ല, കർത്താവിന്റെ ആ ധനത്തിന് ഒരിക്കലും ആവില്ല ദൈവം. അത് നമ്മൾ മനസ്സിലാക്കി. 43:1-2 ഉൽപ്പത്തി പുസ്തകം 43:1-2. എന്നാൽ ക്ഷാമം ദേശത്ത് കഠിനമായി തീർന്നു. അവർ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തിന്നു തീർന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന ധാന്യം എല്ലാം തീർന്നു. അവരുടെ അപ്പൻ അവരോട് നിങ്ങൾ ഇനിയും പോയി കുറെ ആഹാരം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്,
നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും എവിടെ ശ്രദ്ധിക്കുന്നു? അവിടെ വചനത്തിലാണ് ശ്രദ്ധിച്ചു കേട്ടു. അതിന് യഹൂദ അവനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ലാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം തീർച്ചയായും ഞങ്ങളോട് പറഞ്ഞു. ബെഞ്ചമിൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം കൊന്നുകളയുന്നു. കാര്യം നിങ്ങൾ ഇനിയും വരുമ്പോ ബെഞ്ചമിനെ കൂടെ കൊണ്ടുവരണം. അവന്റെ അനിയന. എന്നിട്ട് നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോട് കൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം. അയക്കാനാലോ ഞങ്ങൾ പോകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ഈ ദോഷം വരുത്തിയത് എന്തിനെന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പൊ ചോദിക്കുക, എന്തിനാ പറഞ്ഞത്? പണ്ടേ ഒരു കുറുകട ഒരു സഹോദരനോട് കൊണ്ടുവന്ന് എന്തിനാ പറഞ്ഞത്? ഇനി അതിനോടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി മക്കളില്ലാതായി തീരുമല്ലോ. അതിനവർ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ? നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അദ്ദേഹം പറയുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവോ എന്ന് പറഞ്ഞു. പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് ബാലനെ എന്നോടുകൂടെ അയക്കണം, എന്നാൽ ഞങ്ങൾ പോകാം. ജോസഫിന്റെ ആരാ? ഒറ്റയനിയെ ഒരു സ്വന്തം അനിയൻ അപ്പനും അമ്മയ്ക്ക് കൂടെ ഒരെണ്ണം ഉണ്ടായത്. അതിനെ കാണാതിരിക്കാൻ പറ്റുമോ? അല്ലേ? ഇല്ല. ഭയങ്കര ഒരു നാടകം തന്നെയല്ലേ ജോസഫിന്റെ ജീവിതം? ഒരു നാടകം തന്നെ. ഇതെന്തോ നമ്മളെ പഠിപ്പിക്കുന്നത്? അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. വിശ്വസിക്കുക, നമ്മുടെ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിന്റെ ചെറിയ ആവശ്യമാണ്. ഒരു അടുക്കള പണി ചെയ്യണം, അവിടെ ഒരു പെണ്ണിനെ കെട്ടിക്കണം, ഇവിടെ ഒരു ചെറിയ കാര്യം ചെയ്യണം. എൻ്റെ കുഞ്ഞിനെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ ഒന്നിനും കുറവില്ലാത്തവൻ. അവൻ ഒന്നിനും കുറവില്ല. നീ വിശ്വസിക്കട്ടെ എന്ന് അറിയുന്നതെങ്കിൽ നിന്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്. പണ്ട് യഹൂദന്മാരുടെ ഇസ്രായേലിൽ ഒരു സംഭവം വന്നു. ഏലീശ പ്രവാചകന്റെ കാലത്ത് വലിയൊരു പട്ടിണി വന്നു. പട്ടിണി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മരിച്ചു പോകുന്നു വിചാരിച്ചു. ആ സമയത്ത് എലീശ ഒരു പ്രവചനം നടത്തി. ആ പ്രവചനത്തെ കുറിച്ച് അവർ പറയാൻ പോകുന്നു. അതാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെ ഉണ്ട്. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. നാളെ ഈ നേരത്ത് ശമര്യരുടെ പടിവാതിക്കൽ ശെക്കലിന് 1 സേയ ഗോതമ്പുമാവും ശെക്കലിന് 2 സേയ യവവും വിൽക്കും. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം പട്ടിണി ഒരു കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായി, എലീശയുടെ കാലത്ത്. പക്ഷേ എലീശ പ്രവാചകൻ പ്രവചിക്കുക, നാളെ ഈ നേരത്ത് ശമര്യരുടെ പടിവാതിക്കൽ ശെക്കലിന് 1 സേയ ഗോതമ്പുമാവും വിൽക്കപ്പെടും, ശെക്കലിന് 2 സേയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് എലീശ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ രാജാവിന്റെ ഒരു അകമ്പടി നായകൻ അവിടെ ഉണ്ട്. അവൻ പറഞ്ഞ വാക്ക് ഞാൻ വിളിക്കും. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. നിന്റെ കണ്ണുകൊണ്ട് നീ ഇത് കാണും. പ്രവാചകൻ പറയുക, ഇവരെല്ലാം പട്ടിണി കേട്ടോ, കാലങ്ങളായിട്ട് പട്ടിണിയ. ഈ പട്ടിണി നിറഞ്ഞു നടക്കുന്ന ഇസ്രായേലില എലീശ എഴുന്നേറ്റ് ഒറ്റ പ്രവചനം, നാളെ ഇവിടെ വിൽപ്പന നടക്കും. അവൻ പറഞ്ഞു എന്നാന്നറിയോ? രാജാവിന്റെ അകമ്പടി നായകൻ പറയുക, യഹോവ ആകാശത്തുനിന്ന് കിളിവാതിൽക്കൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. നീ പറഞ്ഞ കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചു. അതിന് പ്രവാചകൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, ഇവിടെ വിൽപ്പന നടക്കുന്നത് നീ കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ എന്നാ സംഭവിച്ചെന്നറിയോ? അറിയാവുന്ന ഒരു കാര്യം ഒന്ന് ഉയർത്തിക്കുക. എന്തോ സംഭവിച്ചത്? ഇവിടെ വിൽപ്പന തുടങ്ങി. ഭയങ്കരമായ ആരാമ്യ സൈന്യം കൊണ്ടുവന്ന സകല സാധനവും, കാരണം അവരൊരു ശബ്ദം കേട്ടു. ആരാമ്യ സൈന്യം എന്തോ അവരുടെ സാധനം എത്തി. ആ ശബ്ദം കേട്ടത് 2 കുഷ്ഠരോഗികൾ നടന്നു വന്ന ശബ്ദമാണ് ഇവർ കേട്ടത്. പട വരുന്നെന്ന് അവർക്ക് തോന്നിയത്. പട വരുന്നെന്ന് പറഞ്ഞ് അയ്യോ നമുക്ക് ഓടിക്കളയാന്ന് പറഞ്ഞ് ഇവരെത്തി. ഈ ധാന്യം മുഴുവൻ ഇട്ട ജോലി
പിറ്റേ ദിവസം രാവിലെ ജനങ്ങൾ കൂടി ഈ അകമ്പടി നായകനെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ശബരിമലയിലൊക്കെ ചവിട്ടി കൊണ്ടുവന്നു നട കയറുന്ന സമയത്ത് ആൾക്കാർ തിക്കൊണ്ടാക്കി ചവിട്ടിക്കൊണ്ടു. അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. അവിടുത്തെ അന്ന് ജനങ്ങളുടെ തിക്ക് കാരണം ഇവരെ ചവിട്ടി കൊണ്ടു. പ്രവാചകൻ പറഞ്ഞു, ഇവിടെ വിശ്വാസമില്ലാത്ത നിനക്കിത് കാണാൻ പറ്റത്തില്ല. ദൈവം ഇന്ന് നമ്മളോട് പറയുക, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഞാനും നീയും കാണത്തില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം നീ നിന്റെ തലമുറയിൽ കരങ്ങളടിച്ച ദൈവത്തിന് മാത്രം, കരങ്ങളടിച്ച ദൈവത്തിന് മാത്രം. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നിന്റെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥ മാറും. ദൈവത്തിന്റെ വചനം പറയുക, നീ ദൈവത്തിൽ വിശ്വസിക്കും. വിശ്വസിച്ച് നീ ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ പട്ടണത്തിൽ നിന്നെ വാഴല്ല തല തന്നെ അവരാക്കി മാറ്റി. അപ്പൊ കാരണം എന്താണെന്നറിയാമോ? അൺസെർച്ചബിൾ റിച്ചസ്, ഒരിക്കലും മതിവരാത്ത ധനത്തിന്റെ ഉടമയാണ് നമ്മുടെ. നോ നീഡ് ടു അപ്ലീസസ്. എന്താണ് അത് അപ്ലീസ് എന്ന് പറഞ്ഞാൽ? കൈക്കൂലിയുടെ ആവശ്യമില്ല. നമ്മളൊക്കെ കാര്യം സാധിക്കാനായിട്ട് എന്ത് പറഞ്ഞേ? കൈക്കൂലി കൊടുക്കത്തില്ല. അതിന്റെ ആവശ്യം ആർക്കില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ ഉപവാസ പ്രാർത്ഥന കൊണ്ടല്ല ദൈവം ഉത്തരം തരുന്നത്. പറയുന്നില്ല, നിന്റെ ഉപവാസ പ്രാർത്ഥനയും നിന്റെ കഷ്ടപ്പാടും നമുക്ക് കാണാൻ പറ്റും. കത്തോലിക്കന്റെ 50 നോയമ്പും പെന്തക്കോസ്തുകാരുടെ കഷ്ടപ്പെട്ട ഉപവാസവും 40 ദിവസം ഉപവാസം എടുക്കുന്ന പെന്തക്കോസ്തുകാരുടെ വീട്ടിൽ ചെന്നുകഴിഞ്ഞാൽ ഇന്നും ദാരിദ്ര്യം ഇതുവരെ അവരെ ഗതി പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അമ്മച്ചിയെ എത്ര നാളായി പെന്തക്കോസ്തിലായിട്ട് 60 കൊല്ലമായി. ഇപ്പോഴെപ്പോഴെന്തോ പിള്ളേരാരും നോക്കുന്നില്ല, കഞ്ഞൂടി കാര്യം എന്തോ പിടി കിട്ടിയോ? ഉപവാസം ഭയങ്കരമാണ്. കർത്താവിനെ അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമില്ല. കർത്താവിന് ഇഷ്ടം എന്താ പറയുക? ഇത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നീ അർപ്പിക്കുന്ന ഉപവാസവും പ്രാർത്ഥനകളും. അപ്പൊ ഇവിടെ എന്തോ ചെയ്തെന്നറിയാമോ ഈ മനുഷ്യൻ? അതാണ് ഉൽപ്പത്തി 43 11 മുതൽ 14 വരെ. അപ്പോൾ അവരുടെ അപ്പനായ ഇസ്രായേൽ അവരോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുവിൻ, നിങ്ങളുടെ പാത്രങ്ങളിൽ കുറെ സുഗന്ധപ്പശ, എന്തൊക്കെയാ കൈക്കൂലി കൊണ്ടുപോകുന്നത്? കുറെ സുഗന്ധപ്പശ. ഞാൻ പറഞ്ഞു സുഗന്ധപ്പശ. ആര് പറഞ്ഞു കൊടുക്കുന്ന? യാക്കോബ് കൈക്കൂലി കൊണ്ടുപോകും. സുഗന്ധപ്പശ, കുറെ തേൻ, സാമ്പ്രാണി, സന്നിനായകം, ഗോടനണ്ടി, ബദാമണ്ടി എന്നിങ്ങനെ ദേശത്തിലെ വിശേഷ വസ്തുക്കളെ ചിലതൊക്കെയും കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. ഇരട്ടി ദ്രവ്യവും കയ്യിലെടുത്തുകൊള്ളുകയും. കുറച്ച് ഇരട്ടി. കാരണം ആ കൊടുത്തിട്ട കാശ് മുഴുവനും തിരിച്ച് ഇതിന്റെ മുകളിൽ ഇരിക്കുക. അതിന്റെ ഇരട്ടി കാശോടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ ചാക്കിന്റെ വായ്ക്കൽ മടങ്ങി വന്ന ദ്രവ്യവും കയ്യിൽ തിരികെ കൊണ്ടുപോകും. അതും കൂടെ കൊണ്ടുവയ്ക്കും. പക്ഷെ അത് കൈമറിച്ചിലായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവിൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമിനെയും നിങ്ങളോട് കൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ ആകട്ടെ. അങ്ങനെ അവർ കാഴ്ചയും ഇരട്ടി ദ്രവ്യവും എടുത്ത് ബെന്യാമിനെയും കൂട്ടി പുറപ്പെട്ട് മിസ്രൈമിൽ ചെന്ന് യോസേഫിന്റെ മുമ്പിൽ നിന്നു. അവരോടുകൂടെ ബെന്യാമിനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗൃഹവിചാരകനോട്, നീ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുക. അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടി ഭക്ഷണം കഴിക്കേണ്ടതാകയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസേഫ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. അവരെ യോസേഫിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ യോസേഫിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ അവർ ഭയപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ ചാക്കിൽ മടങ്ങി വന്ന ദ്രവ്യം നിമിത്തം നമ്മെ പിടിച്ച് അടിമകളാക്കി അവരുടെ കഴുതകളെയും എടുത്തുകൊള്ളേണ്ടതിനാകുന്നു നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ യോസേഫിന്റെ ഗൃഹവിചാരകന്റെ അടുക്കൽ ചെന്ന് വീട്ടുവാതിൽക്കൽ വെച്ച് അവനോട് സംസാരിച്ചു. യജമാനനെ, ആ
ആഹാരം കൊള്ളുവാൻ ഞങ്ങൾ മുമ്പേ വന്നിരുന്നു. ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ചാക്കഴിച്ചപ്പോൾ ഓരോരുത്തരുടെ ദ്രവ്യം മുഴുവനും അവനവന്റെ ചാക്കിന്റെ വായ്ക്കലുണ്ടായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാരം കൊള്ളുവാൻ വേറെ ദ്രവ്യവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്രവ്യം ഞങ്ങളുടെ ചാക്കിൽ വെച്ചത് ആരെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം തന്നെ, നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. ശിമോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അവൻ അവരെ യോസേഫിന്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി അവർക്ക് വെള്ളം കൊടുത്തു. അവർ കാലുകളെ കഴുകി. അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുത്തു. ഉച്ചയ്ക്ക് യോസേഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. തങ്ങൾക്ക് ഭക്ഷണം അവിടെ എന്ന് അവർ കേട്ടിരുന്നു. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തുകൊണ്ടിരുന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സാഷ്ടാംഗം വീഴുമെന്ന്? അല്ലെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കുഞ്ഞിനാൾ 17 വയസ്സുള്ളപ്പോൾ കണ്ട സ്വപ്നമാണ്. നിവർത്തിച്ചോ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ഈ ദൈവമല്ലേ? കേട്ടോ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വായിക്കാം. ഇതെല്ലാം പഴയ നിയമത്തിലെ ചരിത്രമാണ്. ഇതെല്ലാം ഏത് ചരിത്രം? ചരിത്രം. അനുഗ്രഹിച്ചോ ഇല്ലയോ? ഞാൻ ചോദിക്കട്ടെ, കൈക്കൂലിയുടെ ആവശ്യമുണ്ടോ? ഈ കൈക്കൂലി അതിന്റെ അപ്പുറത്തെ വീട്ടില് ഈ അപ്പച്ചന്റെ വരാൻ വേണ്ടി വല്ലതും വേണോ? നിന്റെ ഉപവാസ പ്രാർത്ഥനയും ഉണകല്ലി പ്രാർത്ഥനയും ഒക്കെ നല്ല കാര്യം നടത്തിക്കോ. പക്ഷേ നിനക്കൊരു വേറൊരു കാര്യം വേണം, വിശ്വാസം. വിശ്വാസമില്ലാതെ ഈ വെള്ളാവണ്ടിയും അല്ലേ, കത്തോലിക്കനെ കണ്ടിട്ടില്ലേ വലിയ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത്? എവിടെയോട്ടാ? മലയാറ്റൂരിന് 50 ദിവസം നോയമ്പും. മുസ്ലിങ്ങളെ കണ്ടിട്ടില്ലേ? അവനും അല്ലേ റമദാനും കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിനെ നിന്റെ വെള്ളാവണ്ടിയും നിന്റെ ബോണ്ടാണ്ടിയും ഒന്നും ആർക്കും വേണ്ട. പറഞ്ഞേ, അടുത്തിരിക്കുന്ന ആളോട് പറ, ബോണ്ടാണ്ടി ഒന്ന് ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് എന്താണെന്നറിയോ? നിന്റെ വിശ്വാസമാണ്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ മലയോട് പറഞ്ഞാൽ അത്ഭുതം നടക്കും. അന്ന് അവർ വിശ്വസിച്ചില്ല. അപ്പനും എല്ലാവരും പറഞ്ഞു ഇത് നടപ്പിലുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. അല്ലേ, പിടിച്ച് എവിടെ ഇട്ടു? കുഴിയിലില്ലേ? ഇപ്പൊ എവിടെ പോയിരിക്കുക? ദൈവം നിന്നെ വിളിച്ചാൽ ആരംഭത്തിൽ തന്നെ നിന്റെ അവസാനം അറിയുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തന. വിളിച്ചുകൊണ്ടിരിക്കുന്നവരെങ്കിൽ അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിർത്തുകയും ചെയ്തുവല്ലോ. കേട്ടോ, കൃപാധനം അവൻ നമ്മെ മുന്നമേ നിയമിച്ചു. അതിന്റെ പേരാ കൃപ. അവൻ മുന്നമേ നിയമിച്ചിരിക്കുന്നു. താഴോട്ട് വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഉൽപ്പത്തി 42-ന്റെ 6 വായിച്ച ഇനിയും നമുക്ക് വായിക്കാനുള്ള ഒരു പ്രധാന ഒരു വചനമുണ്ട്. അത് എഫേസ്യ ലേഖനം 1:17 മുതൽ 23 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായ എല്ലാവരും വായിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. ഇവിടെ ഇപ്പൊ പറഞ്ഞു കേട്ടോ, പൗലോസ് പറയുന്നത് കേട്ടെ, പൊരുൾ തിരിയുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? പൊരുൾ തിരിയുക. പഴയ നിയമത്തിലെ വലിയ പാഠശാല ഉണ്ടാക്കാനാണോ പറഞ്ഞത്? കർത്താവ് പെണ്ണെന്നെ പറഞ്ഞെന്തോ അന്നുള്ള ആഹാരം പാഠശാലകളെ ഉണ്ടാക്കാൻ തങ്കു പറഞ്ഞതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവസാനം പുള്ളി കാശ് ഉണ്ടാക്കി പുള്ളി കളവും വീട്ടി ആൾക്കാരവിടെ. അതല്ല ഇത്. ഹോളി ട്രിനിറ്റി സഭ വേറെ. ഹോളി ട്രിനിറ്റി സഭ ഇവിടുത്തെ പാഠശാലകളെ ഉണ്ടാക്കാനല്ല പറയുന്നത്. കർത്താവ് പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? അന്നുള്ള ആഹാരം
നിങ്ങൾക്കും ഉണ്ടാകണം. ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇത്ര നേരം ഓർത്തോണ്ടിരുന്നത് അച്ഛനെന്ത് പാഠശാലകളെ ഉണ്ടാക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞെ അന്ന്